ഹാഷിമിയായ ഖുറശിയായ തറവാടുള്ള പുണ്യനിബിതങ്ങളെയാണ് അവർ കല്ലെടുത്ത് ഓടിച്ചത്. എന്നിട്ടും ഹബീബായ നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവേ ഇല്ലം യകുൻ ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹുവേ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇല്ലം യകുൻ ബിക ഗളബുൻ ഫലാ ഉബാലി. കാലിന്ന് ചോര വരികയാണ്. നമ്മൾ നഖം മുറിക്കുമ്പോഴേ ഒരല്പം കൂടെ കയറി കട്ട് ചെയ്താൽ എന്തായിരിക്കും? കാലിന്റെ നഖം, കയ്യിന്റെ നഖം എത്ര വേദനയായിരിക്കും. കാലിന്ന് ചോര ഒലിച്ചു ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രക്തം വാർന്നൊലിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാലിന്ന് ചോര ഉറ്റി വീഴുകയാണിത്, കല്ലുകൊണ്ടിട്ട്. പുണ്യനബി തങ്ങൾ അല്ലാഹുവിനോട് അപ്പോഴും പറയുന്ന വാക്ക്, റബ്ബേ പരീക്ഷണങ്ങളില്ലാതെ ജീവിക്കുക സാധ്യമല്ല, അതുണ്ടാകും, പക്ഷെ നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. നമ്മൾ വിചാരിക്കും 5 വക്ത് നിസ്കരിച്ച് നല്ല കുട്ടികളായി ജീവിച്ചാൽ ക്യാൻസർ വരൂല, അസുഖം വരൂല, ഒന്നും അതൊക്കെ വരില്ല എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, അല്ലാഹു പരീക്ഷിക്കും, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായി മാറൂല. അതാണ്, ഇതൊന്നും ഇല്ലാണ്ടിരിക്കാനല്ല ദിക്റിനും സ്വലാത്തിനും നമ്മൾ പോയിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ, നല്ല കുട്ടികൾ ജീവിച്ചാൽ പിന്നെ ഒന്നും സംഭവിക്കൂല. അങ്ങനെയല്ല. പ്രവാചകന്മാർ, അവർക്കല്ലേ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വന്നത്, അവരല്ലേ ഏറ്റവും വലിയ പരീക്ഷണം സഹിച്ചത്. പക്ഷേ അവർക്കത് പ്രശ്നമായില്ല. എന്തേ? അവരുടെ ജുല്ലു ഹമ്മിഹിം അല്ലാഹു ജല്ല ജലാലുവിന് വേണ്ടിയുള്ള ജീവിതമാണ്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പുണ്യനബി തങ്ങൾ അതാ അവിടെ നിന്ന് പറയുന്നത്, അല്ലാഹുവേ പടച്ചവനെ നിന്റെ ദേഷ്യം എന്നിൽ വന്നിറങ്ങരുതേ റബ്ബേ. നിനക്കൊരു ദേഷ്യവും എന്നോടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല റബ്ബേ. ലക്കൽ ഉത്ബാ ഹത്താ തർലാ, അല്ലാഹുവേ മതിവരോളം ഞാൻ നിന്നെ പുകഴ്ത്തുകയാണ്, നിന്നെ സ്തുതി പാടുകയാണല്ലാ. കാലിന്ന് ചോര വരുമ്പോ അള്ളാഹുവിന് വേണ്ടി സ്തുതി പാടിയ നബിയാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനക്കരുത്ത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ പവർ. അതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസിനികൾ. സന്തോഷം കിട്ടണമെങ്കിൽ അതിന്റെ ആദ്യത്തെ താക്കോൽ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിൽ നമ്മുടെ ഖൽബിനെ നമ്മൾ ശരിക്കും ഊട്ടി ഉറപ്പിക്കലാണ്. നമ്മുടെ ഹബീബ് ത്യാഗം സഹിച്ചതാണിവിടെ. നമുക്കിന്ന് അതൊന്നുമല്ല, നമുക്കിന്ന് ഏറല്ല വരിക. നമുക്ക് നമ്മുടെ സ്ക്രീനിൽ വരുന്ന ഒരു വീഡിയോ, ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ്, നമ്മുടെ പരീക്ഷണം അതായിരിക്കും. ഒരു ഫോട്ടോ, ഒരു റീൽ, ഒരു ചെറിയ ഡോക്യുമെന്ററി, ഒരു സംവാദത്തിന്റെ അല്ലെങ്കിൽ ഒരു ചോദ്യോത്തരത്തിന്റെ അല്ലെങ്കിൽ ഒരു സംശയപ്പെടുത്തുന്ന ഏതോ ഒരു യുക്തിവാദിയുടെ 1-2 വാക്കുകൾ. ഇതായിരിക്കും നമ്മുടെ കാലുകളിലും നെഞ്ചിലും വന്ന് തറക്കുന്ന അമ്പിനേക്കാളും കുന്തത്തെക്കാളും ഒക്കെ നമ്മുടെ ഈമാനിനെ മുറിവേൽപ്പിക്കുന്നത് ഇത്തരം സംഭവങ്ങളായിരിക്കും. അവിടെ പിടിച്ചു നിൽക്കാൻ, അവിടെ കരുത്ത് നൽകി അല്ലാഹുവേ ആമൻതു ബില്ലാഹ് ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞ് നേർവഴിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഈമാൻ ഈ 21-ാം നൂറ്റാണ്ടിൽ ആർക്ക് ലഭിക്കുന്നുവോ അവരാണ് ഭാഗ്യവാന്മാർ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടാതെ നാൾക്കുനാൾ അതിന്റെ പ്രഭയും അതിന്റെ വെളിച്ചവും കൂട്ടിത്തന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിന്റെ കാര്യമാണ്. വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം അല്ലാഹുവിന്റെ വിഷയമാണ്. ചർച്ചകളിൽ ഏറ്റവും ഗൗരവമേറിയ ചർച്ച അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്.
ഗൗരവപരമായ ഏത് പ്രവൃത്തിയും നമ്മൾ മുമ്പിലെടുത്താൽ അതിൽ ഏറ്റവും വലുത് അല്ലാഹു ജല്ല ജലാലുവിന് വേണ്ടി, അവിടുത്തെ റസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതൊരിക്കലും നഷ്ടമല്ല. ഈ സദസ്സിലിരുന്ന് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ദിക്ർ ദുആ പരിപാടികൾ നടക്കാനുണ്ട്. ദിക്ർ ദുആ പോലും നമ്മുടെ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ദിക്ർ. ഹൃദയം കൊണ്ടുള്ള യാത്രയാണ്. നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ അത് ഖൽബിലൂടെ കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ ആശയം ഖൽബിലൂടെ വരണം. അത് വെറും ഒരു അധര വ്യായാമമായി മാത്രം ചുരുങ്ങല്ലേ. അല്ലാഹു കൂലി തരും, പക്ഷെ അതല്ല വിഷയം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന യഥാർത്ഥമായ ലക്ഷ്യം ഖൽബിലൂടെ അല്ലാഹുവിന്റെ മഹത്വം, പടച്ചതമ്പുരാന്റെ അളമത്തും ജലാലും ഖൽബിലൂടെ കൊണ്ടുവരുന്ന ഖൽബിയായ ഒരു ദിക്റുണ്ട്. ഹൃദയം കൊണ്ട് ചൊല്ലുന്ന ദിക്റുണ്ട്. എപ്പോഴും അല്ലാഹ് എന്ന ചിന്തയിൽ നടക്കുന്ന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ആ വിരിപ്പിലൂടെ പറന്നു പോകുമ്പോഴാണ് താഴെ കിടക്കുന്ന കർഷകൻ സുബ്ഹാനല്ലാഹ് ലഖദ് ആതൈത ആല ദാവൂദ മുൽക്കൻ അദീമാ. സുലൈമാൻ അലൈഹിസ്സലാം അവിടെ ഇറങ്ങിയല്ലോ, ചോദിച്ചല്ലോ, എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ ഖൈറ. എന്തോ തെറ്റു പറഞ്ഞു പോയി എന്നാ അദ്ദേഹം വിചാരിച്ചത്. സുലൈമാൻ നബി ചോദിച്ചു, ആയിദ്, ഒന്ന് മടക്കിപ്പറ, എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നിങ്ങളും പരിവാരങ്ങളും ഈ കാറ്റിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണുമ്പോ ഞാൻ പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അദീമാ. ദാവൂദ് നബിയുടെ മകന് സുലൈമാൻ നബിക്കും അവിടുത്തെ ആളുകൾക്കും അല്ലാഹുവേ നീ വലിയ അധികാരം നൽകിയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. സുലൈമാൻ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നബിയുല്ലാഹി സുലൈമാനു അലൈഹിസ്സലാം അധികാരമുണ്ടായിരുന്ന, ചെങ്കോലുണ്ടായിരുന്ന രാജാവും ഭരണാധികാരിയും ലോകത്തിന്റെ സിംഹഭാഗങ്ങളും ഭരിച്ചിരുന്ന ഒരു മഹാരാജാവും അതേസമയം അള്ളാഹുവിന്റെ നബിയുമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സഹോദരാ, കാറ്റിലൂടെ ഞാനും എൻ്റെ പരിവാരങ്ങളും പറക്കുന്ന ഈ മുഅ്ജിസത്ത് കണ്ടുകൊണ്ടാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? നിങ്ങൾ ഈ അത്ഭുതപ്പെടുമ്പോൾ പറഞ്ഞ ഒരു വാക്കില്ലേ, നിങ്ങൾ പോലും അറിയാതെ സുബ്ഹാനല്ലാഹ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ, ഒരു ന്യൂനതയുമില്ലാത്തവനാണ് റബ്ബേ നീ. ഞങ്ങൾക്ക് ക്ഷീണം വന്നാൽ ഉറങ്ങിപ്പോകും, നമ്മൾ തളർന്നു പോകും, നമുക്ക് ഇരിക്കണം, നമുക്ക് കിടക്കണം, നമുക്ക് വിശ്രമിക്കണം, നമുക്ക് വിശപ്പ് വരും, ഓർമ്മക്കുറവ് വരും, ക്ഷീണം വരും, ദൗർബല്യം വരും. അല്ലാഹുവേ ലാ തഅഖുദുഹു സിനതും വലാ നൗം. ഉറക്കമോ തൂങ്ങി ഉറക്കമോ ഒരിക്കലും ബാധിക്കാത്തവനാണ് അല്ലാഹുവേ നീ. അങ്ങനത്തെ റബ്ബേ ഒരു ന്യൂനതയും നിനക്കില്ല. നിന്റെ സിഫാത്തുകൾ മുഴുവനും കമാലിന്റെ സിഫത്തുകളാണ്. നിനക്ക് പരിപൂർണതയുടെ പെർഫെക്ഷന്റെ ആട്രിബ്യൂട്ട്സുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ്, ഒരുപാട് ന്യൂനതകൾ, ഒരുപാട് ഡിഫക്റ്റുകളുണ്ട് ഞങ്ങൾക്ക്. പടച്ചവനെ നീ ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത, ഏറ്റവും എല്ലാ തരത്തിലുമുള്ള പൂർണ്ണതയുടെ മൂർത്തിമത് ഭാവമാണല്ലോ റബ്ബേ നീ. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖൗലുക സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഈ കാറ്റിലൂടെ പറക്കുമ്പോ താഴത്ത് പറമ്പിൽ കിളച്ചു മറിച്ചു കൊണ്ടിരുന്ന നിങ്ങള്, ഞാനും എൻ്റെ പരിവാരങ്ങളും പോകുന്ന കാഴ്ചയുടെ മനോഹാരിത കണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന ഒരൊറ്റ ദിക്ർ ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്. ദാവൂദ് നബിയുടെ കുടുംബമായ എനിക്കും എൻ്റെ ആളുകൾക്കും അല്ലാഹു നൽകുന്ന ഈ വലിയ മുഅ്ജിസത്തിനേക്കാളും വലുതാണ് നിങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന ഒരൊറ്റ ദിക്ർ. ആ വാക്ക് ഈ കാണുന്ന അത്ഭുതക്കാത്തേക്കാളും വലുതാണ്, ഞാൻ ഈ പറക്കുന്നതിനേക്കാളും വലുതാണ് സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞത്.
നമ്മൾ ഓർക്കണേ, അള്ളാഹു മനുഷ്യർക്ക് ചിന്താശേഷി നൽകി. യഅലമു സിർറ വഅഖ്ഫ, മെല്ലെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും വഅഖ്ഫ, അതിൽ അഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഖൽബിലാണ്, ഹൃദയത്തിൽ പറഞ്ഞാലും ഇനി തോന്നിയാലും എല്ലാം അള്ളാഹുവിനറിയാം. ഇൻ തജ്ഹർ ബിൽ ഖൗൽ, ഉറക്കെ പറയാണെങ്കിലും മെല്ലെ പറയാണെങ്കിലും യഅലമു സിർറ വഅഖ്ഫ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. നമ്മുടെ വാക്കുകൾക്ക്, ചിന്തകൾക്ക് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ചിന്തകളിൽ മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ദിക്റുകൾ ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ ചൊല്ലുന്നതോടുകൂടെ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ നമ്മളറിയാതെ പോസിറ്റീവ് റീഫോർമാറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഈ ലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ആ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നമ്മുടെ നാവിലും മനസ്സിലും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരായി മാറലാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീൻ വലക ദാകിരീൻ വലക മുഖ്ബിതീൻ വഇലൈക മുനീബീൻ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ നാവുകൾക്ക് പടച്ചവനെ അറിഞ്ഞ് ബോധിച്ച് ദിക്ർ ചൊല്ലുകയും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്ത് ഹൃദയം കൊണ്ട് അല്ലാഹുവിനോട് വണങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. സന്തോഷം എവിടെയാണ്, എവിടെന്നാണ് സന്തോഷമുണ്ടാവുക എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് സന്തോഷത്തിന്റെ വഴി കാണിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ലോകത്ത് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ഫുട്ബോൾ കളി, ക്രിക്കറ്റ്, സിനിമ ഭ്രാന്തൊക്കെ ഇപ്പം തീർന്നോല്ലേ, മുമ്പത്തെ പോലെ അത്രയില്ല, ഇപ്പൊ കളിയും ഇതൊക്കെയാണ്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും, പാട്ട് കേൾക്കുന്നത്, ചാടിക്കളിക്കുന്നത്, കുറെ ഭക്ഷണം കഴിക്കുന്നത്, എന്തൊക്കെ നിങ്ങൾ സന്തോഷത്തിന്റെ കാരണങ്ങളെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു പോകുന്നുണ്ടോ? അതൊന്നുമല്ലെന്നാണ്. അതൊക്കെ നൈമിഷികം, വളരെ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയൂ. സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് എവിടെയാണെന്നറിയുമോ? അള്ളാഹുവിനെ ഭയപ്പെടുന്നിടത്താണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നിടത്താണ് ഹൃദയങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക. നമ്മളൊക്കെ പേടിച്ചിരുന്ന ഉമ്മമാരുണ്ട്. ഉപ്പയെ കാണുമ്പോൾ പേടിയായിരുന്നു എന്ന് പറയൂലേ. ഉപ്പ വീട്ടിലേക്ക് വന്നാൽ പിന്നെ മക്കളാരും ഒച്ച വയ്ക്കില്ല, അവരൊക്കെ മിണ്ടാണ്ടിരിക്കും. ഉപ്പയുടെ മുമ്പിൽ ശ്വാസം വിടാൻ പോലും പേടിയായിരുന്നു. വാപ്പയെ അങ്ങനെ ഇഷ്ടവുമായിരുന്നു. നോക്കണം, എത്രത്തോളം വാപ്പയെ പേടിച്ചിരുന്നോ അത്രത്തോളം ആ ഉപ്പയോട് സ്നേഹം, ആ ഉമ്മയോട് സ്നേഹം നമ്മുടെ കൽബിലുണ്ടായിരുന്നു. കൊച്ചുനാളിൽ അതൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല, അന്ന് പേടി മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വാപ്പ മരിക്കണേന്നൊക്കെ തോന്നിട്ടുണ്ടാവും ദേഷ്യം പിടിച്ചിട്ട്. പക്ഷേ വാപ്പയുടെ മരണശേഷമാണ് അറിയാ, എനിക്കെൻ്റെ ഉപ്പയോട് സ്നേഹമായിരുന്നു, ഉപ്പയ്ക്ക് എന്നോടും സ്നേഹമായിരുന്നു. ആ ഒരു പേടി ഒരു സ്നേഹത്തിന്റെ കാരണമാണ്. വലില്ലാഹിൽ മസലുൽ അഅല. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത് പോലും ശരിയല്ല. അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധിക്കുന്ന വിഷയങ്ങളൊന്നും നമുക്ക് ഒരു ഖൽഖിനോടും ഒന്നിനോടും ഉപമിക്കുക വയ്യ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന തോതനുസരിച്ച് നമുക്ക് അള്ളാഹുവിനോടും മഹബ്ബത്ത് വർദ്ധിക്കുന്നു. ആ മഹബ്ബത്തിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പം നമ്മൾ കൂടി കൂടി കൂടി, എത്ര റബ്ബിനെ പേടിക്കുന്നോ അത്രക്കും നമ്മുടെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ പടച്ചവനെ പേടിക്കേണ്ടതുണ്ട്. പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നരകവും അശ്റയും നരകത്തിന്റെ അദാബുകളും ആ അദാബിന്റെ വ്യത്യസ്തങ്ങളായ അദാബുകൾ. മഹ്ശറ എന്താണ് യൗമുൽ ബഅത്ത് വൻ നുശൂർ, എന്താണ് മീസാൻ, എന്താണ് സിറാത്ത്, ഇതൊക്കെ നമ്മൾ അറിയണം. എന്താണ് ഖബർ, ഖബറിലെ അദാബ് എന്തൊക്കെയാണ്, ഖബറിലെ പാമ്പുകളും തേളുകളും അവിടുത്തെ മഹാസർപ്പങ്ങളും ഒരു മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന രംഗങ്ങളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞേ പറ്റൂ.
നമ്മളെല്ലാം സന്തോഷമുള്ളത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. പേടിക്കേണ്ടടുത്ത് പേടിക്കുന്ന വേണം. പേടിപ്പിക്കേണ്ട വിഷയങ്ങൾ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അള്ളാഹുവിനെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. പടച്ചവൻ അള്ളാഹുവിൻ്റെ ഒരു വചനമാണത്. അള്ളാഹുവിൻ്റെ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അള്ളാഹു റബ്ബിനെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ, ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം. അതൊക്കെ ഭയങ്കരമായ ആശയങ്ങളാണ്. എന്താണ് ആ പറയുന്നത്? നിങ്ങളെ ഞാൻ നേരിട്ട് വിചാരണ ചെയ്യാൻ വരുന്നുണ്ട്. അന്ന് എന്റെ പണി നിങ്ങളുടെ വിചാരണയാണ്. സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ ആ ഒരു അല്ലാഹുവിന്റെ ഗളബ്, അല്ലാഹുവിന്റെ സഖത്ത്, അല്ലാഹുവേ ഞങ്ങളിൽ ഫലിക്കാതെ ഏൽക്കാതെ ഞങ്ങളിലേക്ക് വരാതെ റബ്ബേ, നിന്റെ റിള കൊണ്ടും നിന്റെ ഫദ്ല് കൊണ്ടും നിന്റെ റിദാ കൊണ്ടും നിന്റെ കനഫ് കൊണ്ടും അല്ലാഹു ഞങ്ങളെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, സുഖലോലുപതയുടെ ആസ്വാദനത്തിന്റെ എന്റർടൈൻമെന്റുകളുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഓരോന്നോരോന്ന് തുറക്കപ്പെടുമ്പോൾ എൻ്റെ വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരികളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇബ്ലീസ് നമ്മളെക്കാളും സ്മാർട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവൻ സ്മാർട്ടാണ്. വകാന കൈദു ശൈത്താനി ദഈഫ, പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ വളരെ അത് പൊളിക്കാൻ പറ്റും. പക്ഷെ അവൻ സ്മാർട്ടാണ് എന്ന് നമ്മൾക്ക് ബോധിക്കണം. നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമ്മുടെ കർമ്മങ്ങളെ, അമലുകളെ തുടച്ചു നീക്കി കൊണ്ടുപോകാൻ അവന് കഴിയും. നമ്മുടെ മനസ്സിലെ ഈമാനിനെ കെടുത്താൻ കഴിയുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ കണ്ണും നമ്മുടെ സമയവും ചിന്തയും കൊണ്ട് തളച്ചിടാൻ ഇബ്ലീസിന് കഴിയും. ഒരു സ്ക്രീൻ മതിയാവും അതിന്. സ്വഹാബികളിൽ ഒരു സ്വഹാബി മദീനയിലെ ഒരു ഹായിത്തുൽ, ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു പക്ഷിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ നിസ്കാരത്തിന് അസ്വസ്ഥത തോന്നിയിട്ട് ആ തോട്ടം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ദാനമായി നൽകി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. കേട്ടിട്ടില്ലേ? ഒരു പക്ഷിയുടെ ശബ്ദം കൊണ്ട് ഇനി എനിക്ക് വേണ്ട ഈ തോട്ടം. ഇവിടെ നിസ്കരിക്കുമ്പോഴൊക്കെ ഈ പക്ഷിയുടെ ശബ്ദമല്ലേ എനിക്ക് എൻ്റെ ഖുർആനോത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ നമ്മൾ വലിച്ചെറിയേണ്ടി വരൂലേ? നമുക്ക് കൊണ്ടുനടക്കാൻ വല്ല അധികാരവും ഉണ്ടോ? നമുക്ക് പറ്റുമോ? നമ്മുടെ എത്ര ചിന്തകളും എത്ര നിസ്കാരവും എത്ര ജമാഅത്തോ അതുകൊണ്ടൊക്കെ പോയിട്ടുണ്ടാവുക. എത്ര നല്ല ചിന്തകൾ ഇത് കാരണം മലിനമായിട്ടുണ്ടാകും. അത് കൊണ്ടുനടക്കാൻ പറ്റുമോ? നമ്മളതും പോക്കറ്റിലിട്ടാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നിന്റെ വിഷയങ്ങളിൽ വലുത് തന്നെയാണ്. പക്ഷെ പോണത് വേറെ പല ലോകത്തെയൊക്കെ പോവുക. അള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞ വാക്കതാണ് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുകയാണ്. ഇത് പറയുമ്പോഴും നമ്മുടെ ചിന്തകളെ മുഴുവനും വരിഞ്ഞു മുറുക്കിയിട്ടുള്ളത് മനുഷ്യന്റെ മുമ്പിൽ തെളിയുന്ന സ്ക്രീനാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അവിടെ നമ്മളൊന്ന് ചേർത്ത് വായിക്കുക. ആരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ അവർക്ക് 2 സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഇരുതല മൂർച്ചയുള്ള വാളുകളാണ്. ഏത് സാധനങ്ങളും അങ്ങനെയാണ്. അതിന് ഡുവൽ എഫക്റ്റുകളാണ്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. നല്ല കാര്യങ്ങൾക്കും അത് തന്നെ മതി, ചീത്ത കാര്യങ്ങൾക്കും അത് തന്നെ മതി. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന് മാത്രം. അതുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് ഡിവൈസും ഗാഡ്ജറ്റും കൊടുത്തോ ഒരു പേടിയും പേടിക്കേണ്ടവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ അവരതുകൊണ്ട് വേണ്ടാത്തത് ചെയ്യൂല. അതില്ലേ നിങ്ങൾ എത്ര CCTV വെച്ച് നോക്കിയിട്ടും കാര്യമില്ല, അവരെ പിടിക്കാൻ കിട്ടൂല. കാരണം പിശാച് സ്മാർട്ടാണ്. അപ്പൊ പിന്നെ അവരാ വഴിക്ക് പോകും.
വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. സ്വർഗം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് എത്തുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ എളുപ്പമാക്കി തരുന്ന രണ്ടാമത്തെ ഘടകം അള്ളാഹുവിലെ ഈമാൻ കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഖശിയത്തുല്ലാഹ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ഹഖീഖത്തുൽ ഇൽമി അൽ ഖശിയ. ഇൽമ്, അറിവ് എന്ന് പറയുന്നത്, അതിലേറ്റവും വലിയ അറിവ്, അതിന്റെ അടിസ്ഥാനം ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. ആലിം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കാലക്കാരനാണ്. സൂഫി വര്യനായിരുന്നു മഅറൂഫുൽ ഖർഖി. ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ്. പക്ഷേ ദർസോദി കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരൊന്നുമില്ല, മുരീദന്മാരുണ്ട് ഒരുപാട്. മുഹദ്ദിസായിട്ട് അങ്ങനെയൊന്നും കൂടുതൽ റിവായത്തുകളൊന്നും മഅറൂഫ് തങ്ങളുടേതില്ല. അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാണെങ്കിലോ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുള്ള മഹാപണ്ഡിതനാണ്. അപ്പോൾ ഒരു മുതഅല്ലിം പോയിട്ട് ഉസ്താദിനെ ഒന്ന് തിരിക്കാൻ നോക്കിയതാ. ഉസ്താദേ, എന്താ മോനെ, മഅറൂഫുൽ ഖർഖിക്കാണോ ഉസ്താദിനാണോ ഹദീസ് കൂടുതൽ അറിയാ? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ദേഷ്യപ്പെട്ടു. കാരണം ഈ ചോദ്യം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് ഉസ്താദിന് മനസ്സിലായി. തങ്ങളെപ്പോലെ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെപ്പോലെ ഹദീസിന്റെ ജ്ഞാനമില്ലാത്ത ഒരാളിന്റെ കൂടെ എന്തിനാ പിന്നെ ആൾക്കാരിങ്ങനെ കൂടെ നടക്കുന്നത്? അദ്ദേഹം അള്ളാഹുവിന്റെ ആരിഫാണ്, ഇറാഖിൽ ജീവിച്ചുപോയ മഹാനാണ് മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പൊ എന്തിനാണ് പിന്നെ മഅറൂഫ് തങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠത അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ ഞങ്ങളുടെ ഗുരുനാഥനായ അങ്ങേക്കല്ലയോ എന്ന് ശിഷ്യന്മാരിൽ ചില ആളുകൾ മഹാനവറുകളോട് ചോദിച്ചപ്പോ ദേഷ്യത്തോടുകൂടെ മറുപടി കൊടുത്തിട്ടുണ്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഹാനായ മഅറൂഫുൽ ഖർഖി അവരുടെ ജ്ഞാനം കൊണ്ട് എത്തിപ്പെട്ടത് എവിടെയോ അതുതന്നെയല്ലേ ഹദീസും തഫ്സീറും മന്തിഖും മആനിയും ബദീഉം എന്ത് പഠിച്ചാലും എത്തിപ്പെടേണ്ട ലക്ഷ്യം അതല്ലേ? ആ ലക്ഷ്യത്തിൽ മഹാൻ എത്തിപ്പെട്ടില്ലയോ? അത് മതി. അതിനെ കവച്ചു വെക്കാൻ മാത്രമുള്ള ആലിമൊന്നും ഞാനല്ല എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അവിടുത്തെ വിനയവും താഴ്മയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറയാം, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഖി തങ്ങൾ എത്തിപ്പെട്ടതല്ലയോ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇൽമെന്ന് പറയുന്നത് ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്. അതുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ആർക്ക് എവിടെയുണ്ടോ അത് ഖശിയത്തുണ്ടോ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടുണ്ടോ, അതാണ് ഇൽമ്, അതാണ് അറിവ്. അള്ളാഹു അത്തരം അറിവ്, അത്തരം ഇൽമ്, ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ അറിവ് അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ എല്ലാവർക്കും റബ്ബേ നീ നാൾക്കുനാൾ വർദ്ധിപ്പിച്ചു തരണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഹൽ ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അഷ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. അറിവിന് മാത്രം ഒരു മേന്മയുണ്ടായിരുന്നുവെങ്കിൽ, അറിവിന് മാത്രം ഒരു സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവൻ ഇബ്ലീസ് ആകണമല്ലോ. അവനല്ലയോ? ഒരുപാട് അറിവുള്ള ആളല്ലയോ അവൻ? പക്ഷെ ഇല്ലാതെ പോയത് ഖശിയത്തുല്ലാഹ്. ഇത് ഹലാലാണ്, ഇത് ഹറാമാണ്, ഇത് പറ്റുന്നതാണ്, ഇത് പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടെ തന്നെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പിന്നെ വേറെ വർത്തമാനമില്ല. ഇതല്ലാഹ്ക്ക് ഇഷ്ടമില്ലയോ? എന്നാൽ എനിക്ക് വേണ്ട. ഇത് പടച്ചവൻ ഇഷ്ടമില്ലാത്തതാണോ? എന്നാൽ എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് ഇൽമു കൊണ്ട് കിട്ടേണ്ടത്, അറിവ് കൊണ്ട് ലഭിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അനുസരിക്കുക എന്ന ആ ഒരു ഇബാദത്തിനെ സാധ്യമാക്കി തരുന്നത് ഖശിയത്തുല്ലാഹ്,
അതുള്ളവർക്ക് മനസ്സമാധാനമുണ്ട്, അതുള്ളവർക്ക് സന്തോഷമുണ്ട്, അതുള്ളവർക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗ്ഗമുണ്ട്. ഒരു മെസ്സേജ് വരുമ്പോഴേക്കും, ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ്, ഒരു ആൺകുട്ടിയുടെ മെസ്സേജ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ, ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ആകട്ടെ, ചാടി വീഴുന്നതിന് പകരം അല്ലാഹുവേ എനിക്കനുവദിക്കപ്പെടാത്തൊരു വഴിയിലേക്ക് ഒരു വിളിയാളം വന്നിരിക്കുകയാണ്, ഞാനത് ചെയ്യുകയില്ല, ഞാനതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല. ഒരുപക്ഷേ നമ്മളൊക്കെ എത്രത്തോളം നമുക്ക് തഖ്വയുണ്ടെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നിയിരുന്നാൽ പോലും പിശാച് അതിബുദ്ധിമാനാണ്, അവൻ ഏറ്റവും വലിയ കുതന്ത്രക്കാരനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ അവന് തുറന്നു തരാൻ കഴിയും. അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ കാണുമ്പോഴേക്ക്, റിക്വസ്റ്റുകൾ കാണുമ്പോഴേക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ജന്നതാൻ, അല്ലാഹു 2 സ്വർഗ്ഗം നൽകുമെന്ന് സൂറത്തുർ റഹ്മാൻ. തിന്മയിലേക്കുള്ള വിളിയാളങ്ങൾ വരുമ്പോ, കൂട്ടുകാരാ വഴിക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ, നീ ഒരു സിപ്പ് അടിക്കടോ, ഒരു സിപ്പ്, അങ്ങനെ പറയാം, ഒരു സിപ്പ്, ഒരു ജറ, ഒരു ഇറക്ക്, ഒരു അല്പം, ഒരു സ്പൂൺ സിപ്പ് എന്ന് പറയാം, അത്ര നീ ചെയ്താൽ മതി, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ, ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് പറ്റൂല. എന്താ പറ്റാത്തത്? ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ, എനിക്ക് പാടില്ല, എന്നാ പിന്നെ നീ ഞങ്ങളുടെ കൂടെ കൂടണ്ട. ഇത് പറയുമ്പോ എന്നാ പിന്നെ ആയിക്കോട്ടല്ലേ എന്ന് പറഞ്ഞ് അവനൊരു സ്പൂൺ എടുത്ത് കഴിക്കുകയാണ്. ആ ഒരൊറ്റ ദൗർബല്യം, ആ ഒരൊറ്റ ദുർബല നിമിഷമാണ് പിശാച് നമ്മിൽ നിന്ന് മുതലെടുക്കുന്നത്. ഒരു മനുഷ്യനെ മയക്കുമരുന്നിന്, ലഹരിക്ക് അടിമയാക്കി മാറ്റാൻ ആ ഒരൊറ്റ സിപ്പ് മതിയാകുമെന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. കൂട്ടുകാരെ, നിങ്ങളുടെ കൂടെ നടന്ന് വടക്കായി ഞാൻ മാറി നരകത്തിന്റെ വിറകായി മാറുന്നതിനേക്കാളും ഭേദം നിങ്ങളില്ലാതെ ഞാൻ ഒറ്റക്ക് നടക്കലാണ്. നിങ്ങൾക്ക് അങ്ങനെ സൗഹൃദം വേണ്ടു എങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യം സംഭരിക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ, നമ്മുടെ ചെറുപ്പക്കാർ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ലഹരിയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കെ, ഒന്നുപോൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം, ഇനിയും ഞാൻ പെടില്ല, ഒരിക്കലും എന്റെ റബ്ബിന് കൊടുത്ത വാക്ക്, എന്റെ ഉമ്മയോട്, ഉപ്പയോട് ഞാൻ ചെയ്ത എന്റെ കടപ്പാട്, ഞാൻ പഠിച്ച മദ്രസയോട്, ഞാൻ സുജൂദ് ചെയ്യുന്ന മസ്ജിദിനോട്, എന്റെ മഹല്ലിനോട് ഞാൻ ചെയ്യുന്ന എന്റെ കടപ്പാട്, അല്ലാഹുവേ നീ അരുതെന്ന് പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? വേണമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ പേ ചെയ്യാൻ റെഡിയാണ്, അവർ കാശ് കൊടുത്ത് കുടിപ്പിക്കും, ഫ്രീ ആയിട്ട് തരും. എന്നാലും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് 2 സ്വർഗമാണെന്ന് എന്റെ റബ്ബ് പറഞ്ഞു. എനിക്കത് വേണം, ആ സ്വർഗം വേണം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതാണ് അറിവ്. അതാണ് ദിക്ർ ചൊല്ലിയാൽ കിട്ടേണ്ടത്, അതാണ് ഖുർആൻ ഓതുമ്പോൾ കിട്ടേണ്ടത്, അതാണ് വഅദ് കേൾക്കുമ്പോൾ കിട്ടേണ്ടത്. അല്ലാഹുവേ അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക് മാ തഹൂലു ബിഹി ബൈനനാ വബൈന മഅസിയതിക് വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസായിബദ് ദുനിയാ. اللهم متعنا بأسماعنا وأبصارنا وقوتنا أبدا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا. اللهم لا تجعل الدنيا أكبر همنا ولا غاية رغبتنا ولا مبلغ علمنا. آمين يا رب العالمين.
ബഹുമാന്യരെ, നമ്മുടെ പരിപാടിയുടെ വിജയത്തിലേക്ക് വേണ്ടി സഹായങ്ങൾ ചോദിച്ച് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാരാണ് പേര്, മുത്തഅല്ലിമീങ്ങളും നമ്മുടെ വേറെ വളണ്ടിയേഴ്സൊന്നും ഇല്ലേ ഇതൊക്കെ ചെയ്യാനേ? ഇൻഷാ അല്ലാഹ് എനിക്കൊരു പേഴ്സണൽ ഒരു അപേക്ഷയുണ്ട്. മുത്തഅല്ലിമീങ്ങൾ അതൊക്കെ ചെയ്യും, അവർക്കത് മടിയില്ല, അവരങ്ങനെയാണ് വളർത്തുന്നത്. എന്നാലും അങ്ങ് തന്നക്കി എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണക്കാരായ നമ്മുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങളത് ചെയ്യണം. എൽമ വലിയ സംഭവമാണ്, അവരെ നമ്മൾ ആദരിക്കണം. അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൈകാട്ടി നടക്കാനുള്ളവരല്ല. അതുകൊണ്ട് എല്ലാവരും ഇനി അങ്ങനാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സഹകരിക്കാം. നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ വിഷയം ഒന്ന് പൂർത്തിയായി കിട്ടണം. അപ്പം അതിന് ഇന്നത്തെ നമ്മുടെ ഈ സമാപന ചടങ്ങ് മാത്രം ഒരുപക്ഷെ മതിയാകണമെന്നില്ല. എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നതൊന്നും ചെറുതല്ല. അള്ളാഹു വലിയ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഈ ലൈറ്റും സൗണ്ടും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ചെയ്തതൊക്കെ അതിനൊക്കെ ബാധ്യതകളുണ്ട്, നമുക്കറിയാം. എനിക്ക് ഈ സൗണ്ടിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ അത് കൊല്ലത്തായിരുന്നു. അപ്പോൾ നമ്മൾ ചില സൗണ്ട് എനിക്ക് പരീക്ഷിക്കാൻ പറ്റൂല. ഞങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം വെച്ചേക്കണേ എന്ന് സംഘാടകരോട് നിർബന്ധപൂർവ്വം പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പറ്റാത്തത് കൊണ്ടാണ്. അത് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 30 കൊല്ലക്കായും തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ സൗണ്ട് പോയി, തിരുവനന്തപുരത്തായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടെ വേണ്ട വിധമൊന്നും ആയില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഇനി എല്ലാ സൗണ്ടുകാരും നല്ല സൗണ്ടുകാരാട്ടോ, അവർക്കൊന്ന് വിഷമമുണ്ടാകാൻ വേണ്ടി പറയല്ലേ. പക്ഷെ എനിക്ക് പരീക്ഷിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അത് നന്നാവോ ഇല്ലേ എന്താവും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നന്നായി വിജയിച്ച ആളുകൾ ഉണ്ടാവും, നമ്മൾ വിചാരിക്കുന്ന അവരങ്ങ് ചെയ്തോട്ടെ, എന്നാൽ പിന്നെ ഒരു ഭാരമാവില്ല, എനിക്കും ടെൻഷൻ ഉണ്ടാവില്ല. മറ്റേത് നമ്മളത് പരിപാടിയുടെ സമയം മുഴുവനിടയ്ക്ക് ഒരു അസ്വസ്ഥമായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ്. അപ്പോൾ സംഘാടകരൊക്കെ മാഷാ അല്ലാഹ് അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുത്തു. അതിലൊന്നും ഒരു മുഷിപ്പൊന്നും അവർ കാണിച്ചില്ല എന്നത് വലിയ സന്തോഷമാണ്. അതിനൊക്കെ വരുന്ന ബാധ്യതകളൊക്കെ നമ്മൾ ഈ ഒരു ബക്കറ്റ് പിരിവിൻ്റെ കൂടെ നമ്മൾ മനസ്സിൽ കരുതണം. അതൊക്കെ സാധ്യമാക്കി തന്നതിന് സംഘാടകരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ എല്ലാ പരിശ്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഇത് വിജയിപ്പിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ദീനിന് കഴിയുന്ന വിധം ചെറുതും വലുതുമായ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മളൊന്ന് എഴുന്നേറ്റിരുന്ന് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? ഞാൻ അഥവാ വല്ല ചില്ലറ എടുക്കണമെങ്കിലൊക്കെ പാൻറ്റിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ അന്ന് എണീക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടോ? സ്ത്രീകൾ തന്നെ വളണ്ടിയേഴ്സ് ഉണ്ട്. മാഷാ അല്ലാഹ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. ജസാക്കുമുല്ലാഹ്. ഹബീബിന്റെ ഹദറത്തിലേക്ക് കാണിച്ചു കൊടുത്ത അള്ളാഹു അവിടുത്തെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ അറിഞ്ഞ പണ്ഡിതന്മാരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും. അതുകൊണ്ട് മഹാന്മാര് പറയും, ലൈസൽ ഉലമാഉ മൻ ഹഫിളുൽ മുതൂൻ. റിവായത്തുകളോ സനദുകളോ മത്നുകളോ മനപ്പാടമാക്കിയവരല്ല, വലാകിൻ മൻ ഖശിയല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്, അവരാണ് പണ്ഡിതൻ. ഇന്നമൽ ഇൽമു അൽ ഖശിയ. ഇൽമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്, പടച്ചവനെ കുറിച്ച് പേടിക്കലാണ്. ഇതുള്ള മുഴുവൻ ആളുകൾക്കും ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുന്നുണ്ട്.
രണ്ടാമത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണം, ഈ ഉമ്മത്ത് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇന്നതൊക്കെ വേണം എന്നവിടുന്ന് പറഞ്ഞതിൽ ആദ്യത്തേത് ഈമാൻ, രണ്ടാമത്തേത് ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെടൽ, മൂന്നാമത്തേത് വിശുദ്ധമായ സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്ന ഒരു ഭാഗം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة. സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവര് പരസ്പരം സഹായികളാണ്, പരസ്പരം കടപ്പെട്ടവരാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നവരാണവർ, പ്രോംപ്റ്റ് ചെയ്യുന്നവരാണവർ, അത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ചെയ്യരുത് എന്ന് പറയുന്നവരാണ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണത്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ ചെയ്യണേ, തിന്മ ചെയ്യരുതേ എന്ന് പറയാൻ ഒരു വിഭാഗം ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് മുന്നോട്ട് വരണം. സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആഹ്വാനമാണ്. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നന്മയുടെ പക്ഷം നിൽക്കണം, ഹക്കിന്റെ പക്ഷത്ത് നിൽക്കണം, അദിലിന്റെ പക്ഷത്ത് നിൽക്കണം, സിറാത്ത് മുസ്തഖീമിന്റെ കൂടെ നിൽക്കണം, ശരിയായ അമലു സ്വാലിഹിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. തിന്മകൾ സംഭവിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. ഇതിനാരെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ആ പറയുന്നതിന്റെ ശൈലിയും രൂപവും ശ്രദ്ധിച്ചാൽ മതി. തെറ്റാണെന്ന് പറയുന്നിടത്ത് ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അത് പറയുമ്പോ അതിന്റെ ശൈലിയും അതിന്റെ രീതിയും അങ്ങനെയാണ്. നാട്ടിലേതെങ്കിലും ഒരു കല്യാണത്തിന് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടായാൽ പിറ്റേന്ന് വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോൾ ഉസ്താദ് ഒരു പക്ഷേ ആ വീട്ടുകാരുടെ പേരും നാടും അഡ്രസ്സൊക്കെ വിളിച്ചു പറഞ്ഞാൽ പള്ളി കത്തിക്കുത്തുണ്ടാവും. അത് പറയും. മാ ബാലു അഖ്വാമിൻ, പുണ്യനബി ഞങ്ങൾ അങ്ങനെയാ പറയാ. മാ ബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ചില ആളുകൾ ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ തങ്ങൾ പറയും മാ ബാലു അഖ്വാമിൻ. എന്തിനെന്നറിയോ? ആ ആൾക്കത് വേദന തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ പറയുന്നത് തിന്മയെ അഡ്രസ് ചെയ്യുന്നിടത്ത് പേഴ്സണൽ അറ്റാക്കുകൾ വരരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. തിന്മകൾ തിരുത്തുക എന്നത് ഈ ഉമ്മത്തിന്റെ വിജയത്തിന് പുണ്യനബി ഞങ്ങൾ പറഞ്ഞെന്ന കാര്യം. അത് ചെയ്യാതിരിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്തിൽ ഫസാദ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നന്മകൾ നന്മകളാണ്, തിന്മകൾ തിന്മകളാണ്. പക്ഷേ അത് പറയുന്നിടത്ത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ അധിക്ഷേപിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ ഗീബത്തിന് മീമത്ത് പറഞ്ഞുകൊണ്ടോ ഇങ്ങനെയൊന്നും ഒരിക്കലും ആവാൻ പാടുള്ളതുമല്ല. അദ്ദീനു അന്നസീഹ, ദീനെന്ന് പറയുന്നത് എല്ലാവരും നന്നാവണമെന്ന് ആഗ്രഹിക്കലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഈസ് വെൽ വിഷിംഗ്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കലാണ്. അദ്ദീനു അന്നസീഹ ഖുൽനാ ലിമൻ ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. എല്ലാവർക്കും, നേതാക്കന്മാർക്കും ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും സാധാരണക്കാർക്കുമൊക്കെ നല്ലത് വരണം, എല്ലാവരും നല്ലവരാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മുഅ്മിൻ ഇടപെടുന്ന ഇടപെടലുകളിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു വിപത്തും ഉണ്ടാകില്ല. അല്ല, ഞാൻ പറയുന്നത് അത് മാത്രമാണ് ശരി, ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി, ബാക്കി മുഴുവനും തെറ്റാണ്, അവരൊക്കെ പിഴച്ചവരാണ്, അവരൊക്കെ ദുർമാർഗികളാണ് എന്നൊക്കെ പറഞ്ഞെഴുതുമ്പോ അത് ഭയങ്കരല്ലേ. അത് പിന്നെ വിചാരണയായി പോകും. അത് നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. വിചാരണ അള്ളാഹുവിടുന്ന് ചൊല്ലും. യഫ്സുലു ബൈനഹും ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നമ്മൾ നന്മയെ നന്മയായി മനസ്സിലാക്കി കൊടുക്കുക, തിന്മയെ തിന്മയായി മനസ്സിലാക്കി കൊടുക്കുക. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. നമുക്കിടയിലെ എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വൽതകും മിൻകും
ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. തിന്മകളുണ്ടാകുമ്പോൾ, അരാജകത്വങ്ങളുണ്ടാകുമ്പോൾ, സമൂഹം വഴിതെറ്റി ജീവിക്കുമ്പോൾ, ദുർമാർഗത്തിലേക്ക് യുവാക്കൾ കടന്നു പോകുമ്പോൾ നിങ്ങളത് ചെയ്യരുതേ എന്നവരോട് പറയുകയും നന്മകൾ ചെയ്യണമേ എന്നവരോട് ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഈ ഉമ്മത്തിൽ എന്ന് ബാക്കിയുണ്ടോ? ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയെന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടൊരു ചോദ്യം, അയ്യു ദംബി അഅ്ലമു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് തിന്മകളിൽ, തെറ്റുകളിൽ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റെന്താണ് നബിയേ? അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. ഒരു മുസ്ലിമും ചെയ്യാത്തത്, ഒരു മുസ്ലിമും ചെയ്യാൻ പാടില്ലാത്തത്. ഈമാനിലേക്ക് കടന്നു വന്നിരുന്ന സ്വഹാബിമാർ, അവർ കടന്നു വന്ന അവരുടെ മുൻകാലം ഷിർക്കിന്റെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് തൗഹീദിലേക്ക് വരുന്നത്. അതുകൊണ്ടൊരു തിരിച്ചുപോക്കിന്റെ സാധ്യത ഒരിക്കലുമില്ലാത്ത വിധം ഈമാനിനെ ഉറപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് തുല്യരായി ഒരാളുമേ ഇല്ല. അള്ളാഹുവിന് തുല്യരായ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഷിർക്കാണ്. അത് ഗുരുതരമായ തെറ്റാണ്. തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ഗുരുതരമായ ഷിർക്കാണ്. ആ ഷിർക്കിലും ചെറിയൊരു ഷിർക്കുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന നന്മകൾ ആരെങ്കിലും അറിയണമെന്ന് മനസ്സിൽ എവിടെയോ ഒരാഗ്രഹത്തോടുകൂടെ ചെയ്യുന്ന നന്മ. ഒരാള് നല്ലത് പറയണം, നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും എടുത്തു പറയണം, ആരെങ്കിലും നമ്മളെ പ്രശംസിക്കണം, ഇത് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ ഷിർക്കുൽ ഖഫിയാണ് നമ്മൾ അവിടെ ചെയ്തത്. ഗോപ്യമായി കിടക്കുന്ന ഷിർക്ക്. അദഖ്മിൻ മിനൻ നംലത്തി സൗദാഇ അല സുഖറത്തി സ്വമ്മാഇ ഫിൽ ലൈലത്തിൽ ളൽമാ. ഇരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറയുടെ മുകളിൽ ഒരു കറുത്ത ഉറുമ്പ് പോകുന്നുണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് പ്രയാസമുള്ളതുപോലെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ എവിടെയെങ്കിലും അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഈ നിങ്ങളുടെ നന്മക്ക് കൂലി തരണം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ എടുത്തു പറയണം, നിങ്ങൾക്കൊന്ന് ക്ലാപ്പ് തരണം, നിങ്ങളെ ഒന്ന് പ്രശംസിക്കണം, നിങ്ങളെ ഒന്ന് സുഖിപ്പിക്കണം, ഇങ്ങനൊരാഗ്രഹം ആരെങ്കിലും കാണണം, അറിയണം എന്നൊരു ചിന്ത കൽബിൽ വരുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പ്രയാസമാണ്. അങ്ങനത്തെ ഷിർക്കാണ് ഞാൻ എൻ്റെ ഉമ്മത്തികളെ ഭയപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് പറഞ്ഞത് പുണ്യനബി തങ്ങൾ പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. രണ്ടാമത്തേത് കൊലപാതകം സംഭവിച്ചു പോകുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ ഒരു സംഘമായി മാറിക്കഴിഞ്ഞാൽ, റബൽസുകളായി മാറുമ്പോൾ, ഔട്ട്ലോസ് എന്ന് പറയുന്ന ഗാങ്സ്റ്റേഴ്സ്, നിയമങ്ങളെ കയ്യിലെടുക്കുന്ന ചില ഗ്രൂപ്പുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. പോലീസുകാർക്ക് പിടികിട്ടാപ്പുള്ളികളായി കഴിയുന്ന ആളുകൾ വരെ ഉണ്ടാവും. പോലീസുകാർക്ക് പോലും ഒന്ന് അടുത്ത് ചെന്നാൽ സ്വന്തം ജീവൻ അപായപ്പെടുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന ആളുകൾ, കൊലപാതകം ചെയ്യുന്ന സംഘങ്ങൾ, കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നവർ, കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ. കൊലപാതകം അല്ലാഹു ഗൗരവത്തിൽ പറഞ്ഞ കുറ്റമാണ്, ചെയ്തു പോകരുത്. അള്ളാഹുവാണ് റൂഹ് ഊതിയത്. ആ റൂഹിനെ എടുക്കാൻ അള്ളാഹുവിനെ മാത്രമേ അധികാരമുള്ളൂ. നിങ്ങളും അയാളും തമ്മിൽ വൈരാഗ്യമുണ്ടാകാം, കച്ചവട പ്രശ്നമുണ്ടാകാം, കുടുംബതർക്കമുണ്ടാകാം, പറമ്പ് തർക്കങ്ങൾ ഉണ്ടാകാം, എന്തോ ആയിക്കോട്ടെ, ആ മനുഷ്യന്റെ ജീവനോ ആ മനുഷ്യന്റെ ചോരയോ നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ല. ولا يقتلون النفس التي حرم الله إلا بالحق. അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾ പറഞ്ഞത്, ലഅൻ തുഹ്ദമൽ കഅബതു ഹജറൻ ഹജറാ അഹ്വനു ഇൻദല്ലാഹി മിൻ ഖത്ലി മുസ്ലിം. കഅബാലയം കല്ലുകളായി ഓരോന്നോരോന്ന് കഅബയെ തച്ചുടച്ച്, കഅബാലയത്തിന്റെ ഭിത്തികളെ ഒരാൾ അങ്ങ് തച്ചു തകർത്തു എന്ന് സങ്കല്പിക്കുക.
അതിനേക്കാളും ഗൗരവമാണ് അഹ്വനു ഇൻദല്ലാഹി മിൻ ഖത്ലി മുസ്ലിം. അല്ലാഹു ഏകനാൻ, അവനാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഒരനുയായിയെ നിങ്ങൾ അകാരണമായി കൊലപ്പെടുത്തുന്നത്, അവരുടെ ജീവൻ എടുക്കുന്നത്, അള്ളാഹുവിന്റെ അടുത്ത് കഅബാലയം പൊളിക്കപ്പെടുന്നതിനേക്കാളും ഗൗരവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ കല്ലുകൾ ഒരാൾ പൊളിച്ചു മാറ്റി എന്ന് വിചാരിക്കുക, അവിടെ പുതിയ കല്ല് വെച്ചുകൊണ്ട് കഅബാലയത്തെ പുനർനിർമ്മിതി ചെയ്യാൻ കഴിയും. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ശരീരത്തിലേക്ക് ജീവൻ കൊടുക്കാൻ ഇന്നേ വരെ ആരെക്കൊണ്ടെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആരെക്കൊണ്ടെങ്കിലും കഴിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് യുഹ്യീ വയുമീത്. ജീവൻ കൊടുക്കുന്നത് അല്ലാഹുവാണ്, മരണം നൽകുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ മനുഷ്യ ശരീരത്തിന്റെ ആ ഒരു നിളാം, ആ സ്ട്രക്ചറിനെ പൊളിക്കലാണ് ഖത്ല് എന്ന് പറയുന്നത്. ജീവൻ കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാൻ. എങ്ങനെ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാതെ ആ ശരീരത്തിന് റൂഹിനെ പിടിക്കാൻ ഇത് അല്ലാഹുവിന്റെ മാത്രം അധികാരമാണ്. മനുഷ്യൻ കൊല്ലുമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മരിപ്പിക്കലാണെന്ന് ഡയറക്റ്റ് പറയാൻ കഴിയില്ല. എങ്ങനെ? ഞാൻ അതിന്റെ വാക്ക്, നമ്രൂദിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ നടന്ന സംഭാഷണമുണ്ടല്ലോ, എനിക്കും ജീവൻ കൊടുക്കാൻ കഴിയും, എനിക്കും മരിപ്പിക്കാൻ കഴിയും. നമ്രൂദ് പറഞ്ഞില്ലേ, ജയിൽ പുള്ളിയായ ഒരാളെ കൊണ്ടുവന്ന് ഒരാളെ വെറുതെ വിട്ടു, ഒരാളെ അവിടെ നിന്ന് വധിച്ചു കളഞ്ഞു. ഇബ്രാഹിം നബി അതിന് മറുപടി കൊടുത്തില്ല. എന്തേ? എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് എന്ത് മരിപ്പിക്കല? ഒരു മനുഷ്യന്റെ ശരീരം ബ്രേക്ക് ചെയ്തു, ഒരു മനുഷ്യന്റെ കഴുത്തങ്ങ് മുറിഞ്ഞു. ഇത് അല്ലാഹു റൂഹ് നിലനിൽക്കാൻ സംവിധാനിച്ച സംവിധാനത്തെ പൊളിക്കലാണ്. യഥാർത്ഥത്തിൽ മരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരീരം കൈകൊണ്ട് തൊടാതെ, ഒരു ഇഞ്ചക്ഷൻ വെക്കാതെ ഒരു ശരീരത്തിൽ നിന്നും റൂഹിനെ പിടിക്കണം. ഇത് അല്ലാഹുവിന് മാത്രം കഴിയുന്ന പണിയാണ്. ഇത് റബ്ബ് മാത്രമേ ചെയ്യൂ. അല്ലാത്തത് നഖ്ലുൽ ബിന്യ എന്ന് പറയും, സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ റൂഹ് നിലനിൽക്കാൻ അല്ലാഹു ചില സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം തകർത്തു കളഞ്ഞു, അവിടെ മരണം സംഭവിച്ചു. പക്ഷേ ജീവനും മരണവും നൽകുന്നതും എടുക്കുന്നതും അല്ലാഹുവിന്റെ മാത്രം അധികാരമാണ്. അതുകൊണ്ട് മനുഷ്യൻ കൊലപാതകം ചെയ്യരുത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഖാബീൽ ഹാബീലിനെ കൊന്നതാണ്. ഖാബീലു ഖാതിലുൻ ഹാബീലു ഹാലികുൻ. ഹാബീലിനെ കൊന്നുകളഞ്ഞു ഖാബീൽ. ഖാബീലിനെക്കാളും ശക്തിയുള്ള ആളായിരുന്നു ഹാബീല്, നല്ല ശക്തിയുള്ള ആളാണ്. പക്ഷേ ഹാബീല് പറഞ്ഞു, ലഇൻ ബസത്ത യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി നീ എങ്ങാനും നിന്റെ കൈ എന്നിലേക്ക് നീട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈ ഒരിക്കലും നിന്നെ കൊല്ലാൻ അങ്ങോട്ട് നീട്ടുകയില്ല. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നീ നിന്റെ വിചാരണ നേരിടേണ്ടി വരും. പക്ഷെ അതിന് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ജ്യേഷ്ഠന്റെ ജീവന് വേണ്ടി ആ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാബീൽ ക്ഷമ പാലിച്ചു, സംയമനം പാലിച്ചു. അല്ലാഹു ജ്യേഷ്ഠനൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. തന്റെ അനുജന്റെ മയ്യത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുഴങ്ങി. അവസാനം അവന്റെ മുമ്പിലേക്ക് ഒരു ഖുറാബ്, അള്ളാഹു കാക്കയെ പറഞ്ഞയച്ചു എന്ന്. ഖുറാബിനെ സംബന്ധിച്ച് പറയും ത്വാഇറുൻ ഫാസിഖുൻ എന്നാ പറയും, യുഖ്തലു ഫിൽ ഹില്ലി വൽ ഹറം. ഹില്ലിലും ഹറമിലും കൊല്ലപ്പെടാൻ പറ്റുന്ന ഒരു പക്ഷിയാണത്രേ കാക്ക എന്ന് പറയുന്നത്. അത്രയും ഹുർമത്തില്ലാത്തൊരു പക്ഷിയായിട്ടാണ് ശറഅദിനെ കാണുക. ആ ഒരു കാക്ക തന്റെ കൂടെയുള്ളൊരു കാക്കയെ കൊന്നിട്ട് ആ കാക്കയ്ക്ക് വേണ്ടി അവിടെ ഖബറ് കുഴിക്കുന്ന, തന്റെ ചുണ്ടുകൊണ്ട് ഖബറ് കുഴിക്കുന്ന കാഴ്ചയാണ് ഖാബീൽ കാണുന്നത്. ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സവഅത അഖീഹി ഖാല യാ വൈലതാ അഅജസ്തു അൻ നകൂന മിസ്ല ഹാദൽ ഖുറാബ്. ഈ ഒരു കാക്കയെപ്പോലും, ആ കാക്ക പോലും എന്നെക്കാളും ബുദ്ധിയുള്ളതാണല്ലോ, ഞാൻ ആ കാക്കയെപ്പോലെ ആവാനും പോലും എന്നെ കൊണ്ടായില്ലല്ലോ, എന്റെ നാശമേ എന്ന് അവനെ കൊണ്ട് അല്ലാഹു വിളിച്ചു പറയിപ്പിച്ചു. എന്തിന്? പരിശുദ്ധമായൊരു ശരീരത്തെ കൊന്നതിന്റെ പേരിൽ. അത് മാത്രല്ല,
ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ നിന്നൊക്കെ ഓരോഹരി ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, ഭൂമിയിൽ ആദ്യം ആ പണി തുടങ്ങി വെച്ച ആൾ അവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങളിൽ കലാശിക്കുന്ന തർക്കങ്ങൾ എത്രയാണ്. പള്ളികളുടെ മെഹ്റാബുകളിൽ, ഹല്ലുകളിൽ, പിന്നെണ്ടോ ബാക്കി വിഷയങ്ങളൊക്കെ. എവിടെയൊക്കെയാണ് പിശാചിന്റെ ദുർബോധനം വരുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ രക്തം മുഹ്ദറാണെന്ന് പ്രഖ്യാപിച്ച എത്രയോ ഭരണാധികാരികൾ, ക്രൂരന്മാരായ ഭരണാധികാരികൾ, ളാലിമീങ്ങൾ കഴിഞ്ഞുപോയ ലോകമാണിത്. ളാലിമീങ്ങൾ, ഖവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗം ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖവാരിജുകൾ അവിടുത്തെ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ എന്ന് പറയാം. രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് മഹാന്മാരായ സ്വഹാബത്തിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, അലിയാർ തങ്ങളെ, ഹുസൈൻ എന്നവരെ നിഷ്കരുണം കൊല ചെയ്തപ്പോഴും അവരുടെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന്. അത്രക്ക് ദൗർഭാഗ്യം ചെയ്തു പോയ ആളുകൾ. അവരുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യനൊരു വൻപാപം ചെയ്താൽ, ഖവാരിജുകളുടെ അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഖവാരിജുകൾ എന്തു പറയും? മുർത്തകിബുൽ കബീറത്തി കാഫിറുൻ ഇല്ലം യതുബ്, തൗബ ചെയ്യാതിരുന്നാൽ വൻപാപം ചെയ്ത ഒരാൾ കാഫിറാണ് എന്ന് പറയും. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മുമ്പിൽ ഇങ്ങനെ വിഷയം വന്ന്, അങ്ങനെ അവരൊരുപാട് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ തങ്ങളുടെ മുമ്പിൽ വന്നു, 2 മയ്യിത്തും കൊണ്ടുവന്നിട്ട്, എന്നിട്ട് പറഞ്ഞു, യാ ഇമാം, 2 മഹാപാപികളുടെ മയ്യിത്താ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ കള്ളു കുടിക്കുമ്പോ ചങ്കിൽ കുടുങ്ങിയിട്ട് മരിച്ചതാ. മറ്റൊരു പെണ്ണ് വ്യഭിചാരം കൊണ്ട് ഗർഭിണിയായിരുന്നു, അങ്ങനെ മരിച്ച പെണ്ണാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ തങ്ങളുടെ നാവിൽ നിന്ന് അവര് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാമിനെ കൊല്ലും. അങ്ങനത്തെ ഭ്രാന്തന്മാർ. നമ്മൾക്ക് വിചാരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ സാധിച്ചു എന്ന്. അബൂ ഹനീഫ ഇമാം അവിടെ എങ്ങനെ മിണ്ടാണ്ടിരുന്നു. മഹാനവറുകൾ ചോദിച്ചു, ആ 2 മയ്യിത്തുകൾ ജൂതന്മാരാണോ എന്ന് ചോദിച്ചു. അല്ലല്ല. മസീഹിയാൻ 2 ആളും ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചു. അല്ലല്ല. മജൂസികളാണോ എന്ന് ചോദിച്ചു. അല്ലല്ല. പിന്നാരാ? മുസ്ലിമീങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ മുസ്ലിമീങ്ങളാണ്. അപ്പൊ അവര് പെട്ടുപോയി. അവർ പറഞ്ഞു, ഇമാം ഞങ്ങളെ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഹുമാ ഫിന്നാരി അം ഫിൽ ജന്ന, ഇവരെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറഞ്ഞു ഇമാം തങ്ങളോട്, അബൂ ഹനീഫ തങ്ങളോട്. അൽ ഇമാമുൽ അഅ്ളം എന്ന മുത്തലഖൻ ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് മഹാനായ അബൂ ഹനീഫ തങ്ങളെ കുറിച്ചാണ്. അൽ ഇമാമുൽ അഅ്ളം, ഏറ്റവും വലിയ ഫഖീഹായിരുന്ന മഹാനോട് ചോദിക്കുക, ഇവര് സ്വർഗത്തിലാണോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പെടു. അവർക്ക് പറയേണ്ടത് നരകത്തിലാണെന്ന് പറയണം. മഹാനവറുകൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുയായികളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നെക്കാളും ഖൈറായ ഒരു മഹാൻ ഇപ്പറഞ്ഞ 2 ആളുകളെക്കാളും മോശപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, എന്നെ പിൻപറ്റിയവരാരോ അവർ എന്നിൽപ്പെട്ടവരാണ്, എന്നെ പിൻപറ്റാത്തവർ നീ പുറത്തു കൊടുക്കുന്നവനാണല്ലോ, കരുണ ചെയ്യുന്നവനാണല്ലോ. പുറത്തു കൊടുക്കണേന്നും പറഞ്ഞില്ല. പടച്ചവനെ, നിനക്ക് വേണ്ടത് ചെയ്യാം, നിന്റെ അടിമകളാണ്. എന്നിട്ട് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയുടെ അനുയായികളെന്ന് വാദിച്ചവരെ കുറിച്ച് പറയുന്ന വാക്ക് ഞാൻ ഉദ്ധരിക്കട്ടെ. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസാ നബിയും അവിടുത്തെ ഉമ്മയും ദൈവങ്ങളാണ് എന്ന് പറഞ്ഞവരെ അല്ലാഹുവേ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. ആരും ഒന്നും ആരോടും നിന്നോട് ചോദിക്കൂല.
വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഹക്കീമാണ്, നിന്റെ ഇസ്സത്തിനൊരു കോട്ടവും സംഭവിക്കില്ലല്ലോ റബ്ബേ എന്ന് ഈസ നബി പറയുന്നതാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. തന്ത്രപരമായി മഹാനവറുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. കാരണം വ്യക്തതയോടുകൂടെ പറഞ്ഞാൽ അവിടെ ചോര ചിന്തുന്ന അവസ്ഥകൾ ഉണ്ടാകും. സഫ്കുദ്ദിമാ, ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് അല്ലാഹു വലുതാക്കി വെച്ച ഇസ്സത്താണ്. ലാ യസാലുൽ മുഅ്മിൻ മിൻ ഫുസ്ഹത്തിൻ ഫീ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമാ. ഒരു മനുഷ്യൻ ഒരു ഹറാമായ രക്തത്തിൽ ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ വധിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു മനുഷ്യന്റെ വധത്തിലോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലോ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുന്നു എന്ന്, അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ അവരുടെ ദീനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു പറയാൻ കഴിയില്ല. തൗബയുണ്ട്, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബത്തുൻ നസൂഹ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കാം. 100 ആളെ കൊന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഗുരുതരമായ തെറ്റാണ്, തെറ്റുകളിൽ വലിയ ഗുരുതരമായ തെറ്റാണ്. മൂന്നാമത്തേത് തിന്മകളെ വിരോധിക്കണം, അല്ലെങ്കിൽ തിന്മകളോട് രാജി പാടില്ല എന്ന് പറയുന്നതിൽ മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ സംസ്കാരം എന്ന് പറയല്ല, എല്ലാ ശരീഅത്തുകളിലും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്തിലും തങ്ങളുടെ മുമ്പുള്ള ശരീഅത്തിലും അതിനു മുമ്പും ആദം നബി അലൈഹിസ്സലാം വരെയുള്ള ദീനിൽ അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ 3 ഒരുപോലെ എല്ലാ ശരീഅത്തിലും പാടില്ലാത്തതാ. 1 ശിർക്ക്, 2 കൊലപാതകം, മൂന്നാമത്തേത് വ്യഭിചാരം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. മനുഷ്യൻ അന്ത്യനാളിനോടടുക്കുമ്പോൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുകയും വ്യഭിചാരങ്ങൾ റോഡരികിൽ വരെ നടക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് മാറി നിൽക്കണേ എന്ന് പറയേണ്ട വിധം വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ ഈ സമൂഹത്തിന് ധാരാളം കാണേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണത്. ലജ്ജ, ഹയാ, നാണം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ വിശേഷണം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതി. പുരുഷന്മാർ അള്ളാഹു കൊടുത്തിട്ടുള്ള സിത്റുകളെ പറിച്ചു ചീന്തുകയും തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തിന്മകളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ, വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരം എത്ര ആള് കാണുന്നുണ്ടോ ആ കാണുന്ന എണ്ണത്തിനനുസരിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്താൻ വേണ്ടി തിന്മകളെ ആസ്വാദനങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാലം. എത്ര വലിയ ദുരന്തമാണിത്. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയേ ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറയണേ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, പല കാഴ്ചകളും അവർ കാണാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് കാഴ്ചകളിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ കണ്ണുകളോട് താഴ്ത്താൻ പറയണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ രഹസ്യ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണമെന്നും പറയണേ നബിയേ. വഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറയണം, പെൺകുട്ടികളോടും പറയണം, യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, അവർക്ക് അനുവദനീയമല്ലാത്ത, അവരുടെ മഹ്റമുകളല്ലാത്ത അന്യപുരുഷന്മാരെ നോക്കരുത് എന്ന് പെൺകുട്ടികളോടും പറയണം നബിയേ. വയഹ്ഫദുന ഫുറൂജഹുന്ന, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ചാരിത്ര്യമാണ്. വ്യഭിചാരം ചെയ്യാതെ ജീവിക്കലാണ്. ആ ഒരു സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ഏറ്റവും വലിയ അലങ്കാരവും ആഭരണവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ഇഫ്ഫത്താണ്, അഫാഫാണ്, ചാരിത്രശുദ്ധിയാണ്. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് ആ വിഷയം. അതുകൊണ്ട് നബിയേ അവിടെ അനുയായികളോട് കണ്ണിനെ സൂക്ഷിക്കാൻ പറയണം. കണ്ണിലൂടെയാണ്
തെറ്റുകളിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന തിന്മകളും മനുഷ്യന്റെ കണ്ണിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ചിന്തകളായി മാറുന്നത്, അതാണ് പിന്നെ കർമ്മങ്ങളായി പുറത്തു വരുന്നത്. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കാൻ പറയണേ. അഊദു ബില്ലാഹ്. ഒരു ന്യൂഡ് പിക്ചർ കാണുമ്പോഴേ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഔറത്ത് കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹ്, പടച്ചവനെ കാക്കണേ അല്ലാഹുവേ, ഇതെനിക്ക് കാണുക പാടില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതിന് പകരം അതെടുത്ത് നോക്കുകയോ സമയം ചെലവഴിക്കുകയോ അവിടെ തന്നെ ആസ്വദിക്കുകയോ ചെയ്യുന്നത് പിശാച് മനുഷ്യന്റെ ഈമാൻ എടുത്തു കളയുകയാണ്. ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈകൾക്കുണ്ട്, കാലുകൾക്കുണ്ട്. അതെല്ലാം ഹറാം ആസ്വദിക്കലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ, ഒരു സത്യവിശ്വാസിയും വ്യഭിചരിക്കുന്ന നേരം അവന്റെ കൂടെ ഈമാൻ നിലനിൽക്കുന്നില്ല. അവൻ വ്യഭിചരിക്കുന്ന സമയം കുപ്പായമൂരുന്ന പോലെ അവരുടെ ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോളേജ് ക്യാമ്പസുകളാവട്ടെ, ഹോസ്റ്റലുകളാകട്ടെ, നിങ്ങളുടെ പുറത്തേക്കുള്ള യാത്രകളാകട്ടെ, നിങ്ങൾ ടൂർ പോകുന്നതാകട്ടെ, വിവാഹത്തിന്റെയോ സൽക്കാരത്തിന്റെയോ തലേനാളുകളോ ആ നാളുകളോ ആകട്ടെ, വീടുകളിൽ ആണും പെണ്ണും ഇടതടവില്ലാതെ മഹറം അല്ലാത്തവരും ആയവരും തമ്മിൽ വ്യത്യാസം നോക്കാതെ ഇടപഴകുന്ന, കൂടെ പഠിച്ചവരെന്ന പേരിൽ തോളിൽ പിടിച്ച് കൈപിടിച്ച് നടക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ പെങ്ങളെ ഇത് അനുവദിക്കുന്നില്ല എന്ന് പറയട്ടെ. വിശുദ്ധ ഖുർആൻ എന്റെ സഹോദരങ്ങളെ ഇത് അനുവദിക്കുന്നില്ല. നിങ്ങൾ കൂടെ പഠിച്ചവരായിരിക്കാം, ഒരു കോളേജിൽ പഠിച്ചവരായിരിക്കാം, ഒരു ക്ലാസ് റൂമിൽ പഠിച്ചവരായിരിക്കാം. പക്ഷേ പ്രായപൂർത്തി എത്തുന്നതോടുകൂടെ നിങ്ങൾ രണ്ടുപേരെയും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് ശറഅ് കാണുന്നത്. ഒരു വിവാഹ ബന്ധത്തിലൂടെയല്ലാതെ നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് അനുവദിച്ചിട്ടില്ല. അതിനെ മറികടക്കാനാണ് ബെസ്റ്റി എന്ന പേരുകള്, അതിനെ മറികടക്കാനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ക്രഷാണ്, എന്തൊക്കെ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. നിങ്ങളിട്ട് വിളിക്കുന്ന പേരുകൾ എന്തിനൊക്കെയോ ജായിസാക്കാൻ, എന്തൊക്കെയോ അനുവദിക്കാൻ വേണ്ടി അത്തരം ആഭാസങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണുമ്പോൾ അതിന് ലൈക്കടിക്കുന്നത്, അതിനെ ഷെയർ ചെയ്യുന്നത്, അതിനെ ആഘോഷിക്കുന്നത് തരക്കേടില്ലെന്ന് പറയുന്നത്. മനുഷ്യരിൽ ആണും പെണ്ണുമായാണ് അല്ലാഹു മനുഷ്യരെ പടച്ചത്. ഖലഖദ് ദകറ വൽ ഉൻസ. പക്ഷേ ശാരീരിക വൈകല്യങ്ങളുള്ള ആളുകളുണ്ട് ലോകത്ത്. കയ്യും കാലും കണ്ണുമില്ലാത്തവരില്ലേ, കൈകാലുകൾ നഷ്ടപ്പെട്ടവരില്ലേ, ഹാൻഡിക്യാപ്റ്റായിട്ട് ജനിക്കുന്നവരില്ലേ. എന്നതുപോലെ കാഴ്ചയിൽ പെണ്ണാണ് പക്ഷേ ആള് ആണായിരിക്കും, കാഴ്ചയിൽ ആണാണ് പക്ഷെ ആള് പെണ്ണായിരിക്കും. നപുംസകം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പടച്ചതമ്പുരാൻ നൽകുന്ന, ശരീരത്തിൽ നൽകുന്ന പരീക്ഷണമാണ്. അസുഖങ്ങൾ വരുന്നില്ലേ ആളുകൾക്ക്? ആ അസുഖങ്ങൾ മനുഷ്യൻ മറച്ചു പിടിക്കേണ്ടവരല്ലേ, രഹസ്യമാക്കുന്നവരല്ലേ? വെള്ളപ്പാണ്ട് വരുമ്പോ ആരെങ്കിലും ഷോ ഓഫ് ചെയ്യാറുണ്ടോ? മറച്ചു പിടിക്കല്ലേ ചെയ്യാം. ഒരു പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയുടേതുപോലെ ഹോർമോണുകൾ പ്രവർത്തിച്ച് ഒരു പെണ്ണിൻ്റെതുപോലെ ഒരു മനുഷ്യന് ഗ്രോത്തുകൾ ഉണ്ടെങ്കിൽ അത് പെണ്ണിനെ പോലെ വേഷം കെട്ടി ആഘോഷിക്കലാണോ? ഇത് എവിടുത്തെ സംസ്കാരമാണ്? അതൊരു വൈകല്യമാണ്. ആ വൈകല്യത്തിന് അള്ളാഹു അവർക്ക് ചില എക്സ്ക്യൂസുകൾ ഒരുപക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ക്ഷമക്കനുസരിച്ചതിന് കൂലി കൊടുത്തേക്കും. ഒരു മുസ്ലിമാണോ അവർ മാത്രം ഞാൻ പറഞ്ഞു കേട്ടാൽ മതി. ലോകത്തെ പല സംഘടനകൾക്കാരുണ്ടാവും, അവരോടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളായ ആളുകൾ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ഒരു മുസ്ലിമിന്റെ പേരിട്ടിട്ടുണ്ടോ? നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ദൗർബല്യം അല്ലെങ്കിൽ ഈ ഒരു വീക്ക്നെസ്, ദിസ് ഈസ് നോട്ട് ടു ബി സെലിബ്രേറ്റഡ്. ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. അള്ളാഹു മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് പടച്ചിട്ടുള്ളത്. എന്നാൽ ഡ്യുവൽ ജെൻഡർ ആണോ എന്ന് തോന്നുന്ന വിധം, ഞാൻ അങ്ങനെ പറയൂ, അവരുടെ ഒരു അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് എന്ന് വിചാരിച്ചൊരു പുരുഷൻ ശാരി എടുത്ത് ആൾക്കാരുടെ മുമ്പിലൂടെ നടക്കേ,
ഒരു പെണ്ണായിട്ട് അഭിനയിക്കെ. ലഅനല്ലാഹുൽ മുതറജ്ജിലാതി മിനൻ നിസാ വൽ മുതഖന്നിസാതി മിനർ റിജാൽ. ആണുങ്ങളിൽ നിന്ന് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങളെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് പുണ്യ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുതഖന്നിസാതി മിനർ റിജാൽ. ആണുങ്ങൾ പെണ്ണിന്റെ കോലം കെട്ടരുത്, പെണ്ണുങ്ങൾ ആണിന്റെ കോലവും കെട്ടരുത്. ഇത് ചെയ്തിരുന്ന പരിപാടി 6-ാം നൂറ്റാണ്ടിലുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. 6-ാം നൂറ്റാണ്ടിലുണ്ട്. തങ്ങളത് നിർത്തിവെച്ചതാണ്. എന്തിന്? സമൂഹത്തിൽ അരാജകത്വങ്ങൾ ഉണ്ടാകും. ലൂത്ത് നബിയുടെ സമുദായത്തെ ഏതൊരു തെറ്റിന്റെ പേരിലാണോ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ടത്, ആ തിന്മ ഇവിടെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വതന്ത്രവാദികളുണ്ട്. രാജ്യത്തിന്റെ വിശാലതയിലും അതിന്റെ സ്വാതന്ത്ര്യത്തിലും അവർക്ക് ഒരുപക്ഷെ ന്യായങ്ങളും പഴുതുകളും ഉണ്ടായിരിക്കാം. ഒരു മുസ്ലിമാണോ അവൻ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കേണ്ടവനാണ്. നമുക്കത് പാടില്ല. തിന്മകൾ തിന്മകളാണ്, തെറ്റുകൾ തെറ്റുകളാണ്. പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇതൊക്കെ നബി തങ്ങൾ എത്ര കാലം മുമ്പ് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഹദീസുണ്ട്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ? അൻ യക്തഫിയ الرجال بالرجال والنساء بالنساء. പുരുഷന്മാർ പുരുഷന്മാരിലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിലും ലൈംഗിക ആസ്വാദനം കണ്ടെത്തുന്നത് അന്ത്യനാളിന്റെ മുമ്പ് സുലഭമായി നിങ്ങൾക്ക് കാണുക സാധിക്കും. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിന് അഡ്വക്കേറ്റുകൾ, അതിന് സംഘടനകൾ. ആർക്കും മിണ്ടാൻ പാടില്ല. ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറയുന്നു, മുസ്ലിം ഉമ്മത്തിനോട് പറയട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും ദീനിന്റെ വിധി എന്താണ് ഇതിലെന്നും അറിയാൻ താല്പര്യമുള്ളവരോട് മാത്രം. ജനറലൈസ് സമൂഹത്തോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ മുസ്ലിമീങ്ങളോട്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളോടെ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചാൽ മതി. അവരോടെ എനിക്ക് പറയാനുള്ളൂ. അവരെ ഞാൻ അഡ്രസ് ചെയ്യുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുക. ഇത് ഇങ്ങനെ ചെയ്യാനുള്ളതല്ല. മറച്ചു പിടിക്കേണ്ട ദൗർബല്യങ്ങളാണ് ഇത്. മറച്ചു പിടിക്കേണ്ട ചില ന്യൂനതകളാണ്. ആ ന്യൂനതകൾക്ക് പരിഹാരങ്ങളുണ്ടെങ്കിൽ ചെയ്തേക്കണം. ആ ന്യൂനതകളെ ആസ്വദിക്കാനുള്ളതല്ല, ആ ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. അവർ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആളുകൾ പോയിട്ട് കമന്റ്, വെൽ ഡൺ, മാഷാ അല്ലാഹ്. കുട്ടികൾ ഉണ്ടാട്ടെ, ആർക്ക്? 2 പുരുഷന്മാർക്കാ. എന്തെല്ലാം വെൽ വിഷിങ്, എന്തെല്ലാമാണ് റബ്ബേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആസ്വദിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നല്ല, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ എത്തി കാര്യം. അതിനിപ്പോ എന്താ കുഴപ്പമില്ലല്ലോ. ഒരു പെണ്ണിനെ പോലെ ആടി മീശൊക്കെ വടിച്ചിട്ട് നല്ല സുന്ദരിയായി സാരി ഉടുത്ത് നല്ല അന്തസ്സിൽ നിൽക്കുന്നു. പുരുഷനാണെന്ന് അവനും അറിയാം, നാട്ടുകാർക്കും അറിയാം. എന്നിട്ട് അവൻ കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ച് 2 പേരും സെൽഫി എടുത്ത് വിടുന്നു. ഒരു കല്യാണം കഴിച്ചോലോ, വെൽഡൻ. സോഷ്യൽ മീഡിയകളിൽ ആഘോഷം. ഈ അരാജകത്വത്തെ നാളുകൾക്ക് മുമ്പ് നോക്കിക്കണ്ട ഈ ഉമ്മത്തിന്റെ സംരക്ഷകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടേക്കാണ് ഈ പോകുന്നത്? വിവാഹം മനുഷ്യന് വേണ്ടെന്ന് തോന്നുന്ന തരത്തിലേക്ക്. പെൺകുട്ടികൾ വിവാഹം ഇപ്പൊ വേണ്ട, കോഴ്സ് കഴിയട്ടെ, കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ വേണ്ട, ജോലി കിട്ടട്ടെ, ജോലി കിട്ടി ഇപ്പൊ വേണ്ട, ഒന്ന് ഫൈനാൻഷ്യലി ഒരു സെറ്റിൽ ആവട്ടെ. إذا أتاكم من ترضون دينه وأمانته فزوجوه. പെൺമക്കളുള്ള ഉപ്പമാരോട് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും അവന്റെ ദീനീ ബോധവും നിങ്ങൾക്ക് ബോധിക്കുകയാണെങ്കിൽ ഫസവ്വിജൂഹ്, പ്രായമായി നിൽക്കുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തയക്കാൻ പിന്നെ താമസിച്ചു പോകരുത്. ഇല്ലാ തഫഅലൂ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിൽ അരാജകത്വം ഉണ്ടാകും, ഫിത്നയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് പറഞ്ഞു. ചെറുപ്പക്കാരെ, വളരെ ബാലിശമായ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വിവാഹം എന്ന് പറയുന്ന, നിക്കാഹ് എന്ന് പറയുന്ന സുന്നത്തിനെ നീട്ടിക്കൊണ്ടുപോകരുത്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ ഗുഹ്യ സ്ഥാനങ്ങളെ, രഹസ്യഭാഗങ്ങളെ ഹറാമിലേക്ക് പോകാതെ സൂക്ഷിക്കുവാനും നിങ്ങളുടെ കണ്ണുകൾക്ക് ശുദ്ധി നൽകാനും മനസ്സിനെ ശുദ്ധിയാക്കാനും നല്ലത് ചെറുപ്പക്കാരെ. മഹർ കൊടുത്ത് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാവതുണ്ടെങ്കിൽ എല്ലാവരും വിവാഹിതരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതാ അതിന് പരിഹാരമുള്ളൂ. അതാണതിൻ്റെ പരിഹാരം. അഅ്തിൽ മാല ലിൽ മബാൽ. ലുക്ക് എന്താണെന്നല്ല, ജനനേന്ദ്രിയം മൂത്രൊഴിക്കുന്നത് ആണോ പെണ്ണോ അതിനനുസരിച്ചാണ് ഒരു വ്യക്തിയെ ശറഅ് കാണുക. അതിനനുസരിച്ചായിരിക്കും അവരുടെ നിയമങ്ങൾ. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തോ ആകട്ടെ, അത് അല്ലാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അവർ സഹിച്ചേ പറ്റൂ. ആ പരീക്ഷണത്തോടു കൂടെ തന്നെ ദീൻ പറഞ്ഞ അന്തസ്സിൽ അവർ ജീവിക്കണം. അതിനാണ് ഉമ്മത്ത്, സമൂഹം പ്രോത്സാഹനം നൽകേണ്ടത്. അതൊക്കെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ബോധം നൽകണമേ തമ്പുരാനെ, ഈ ഉമ്മത്തിന് ബോധം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് ബോധം നൽകണേ റബ്ബേ. എവിടേക്കാണ് ഈ ഓടുന്നത്? പാരമ്പര്യമായി ലഭിച്ചു പോകുന്ന സംസ്കാരം തലമുറകളായി നൂറ്റാണ്ടുകളായി കിട്ടിപ്പോന്നത് തെറ്റാണെന്ന് തോന്നുകയാണോ? എന്നിട്ട് മറ്റൊന്ന് പരീക്ഷിക്കുകയാണോ? ആ പരീക്ഷണമാണ് ശരിയെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ബോധിച്ചു? തെറ്റുകൾ സംഭവിച്ച് പരീക്ഷണങ്ങൾ വീണ്ടും പരീക്ഷിച്ച് അവസാനം തിരുത്താൻ കഴിയാത്ത വിധം നിങ്ങൾ തിന്മകളിലേക്ക് അതിൻ്റെ അടിമകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും മഹിതമായ നന്മയുടെ മൂല്യങ്ങളും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ തലമുറകൾ. ആ സംസ്കാരത്തെ ശരിവെച്ചതാണ് വിശുദ്ധമായ ഖുർആനും പുണ്യനിബിതങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശരീഅത്ത് അന്തിമ വാക്കാണ്. ശരീഅത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അന്തിമ വാക്ക് ശരീഅത്തിന്റെ വാക്കാണ്. പുണ്യനബിയും അല്ലാഹുവും എന്ത് തീരുമാനം ഇതിലെടുത്തു? മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു നിയമം നടപ്പാക്കിയാൽ എനിക്കത് പാടില്ലെന്നോ എനിക്കത് ഇഷ്ടമല്ലെന്നോ പറയാൻ ഒരു സത്യവിശ്വാസിക്കും പാടുള്ളതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഉമ്മത്തിനോട് താക്കീതു ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് ശിർക്കു ബില്ലാഹ്, രണ്ടാമത്തേത് ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹ്, മൂന്നാമത്തേത് അസ്സിനാ, വ്യഭിചാരവും കൊലപാതകവും ശിർക്കും. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത തിന്മകൾ ഞങ്ങളുടെ മനസ്സുകൾക്ക് തന്നെ വെറുപ്പാക്കണേ റബ്ബേ. നിനക്കിഷ്ടമുള്ള നന്മകൾ ഞങ്ങളുടെ കൽബുകൾക്ക് ഇഷ്ടമാക്കി തരണേ പടച്ചവനെ. ഈ ഉമ്മത്തിനെ ഏറ്റവും നല്ല ഉമ്മത്താക്കി മാറ്റുന്ന 4ാമത്തെ ഘടകം ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിലുള്ള സന്തോഷമാണ്, ഒരുമയാണ്, സ്നേഹമാണ്, കരുണയാണ്. നമ്മൾ ഇരിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും നിസ്വാർത്ഥമായ മനസ്സുകൊണ്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അവർ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരാണ്, എൻ്റെ ഉമ്മപെങ്ങന്മാരാണ്. ഈ ഉമ്മത്ത് ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കുന്ന അഹ്ലുൽ ഖിബലയായ മുഴുവൻ ആളുകളും അവരെല്ലാം ഒന്നാണ്. അവരെല്ലാവരുടെയും ഹൃദയത്തിൽ കിടക്കുന്ന പരസ്പരമുള്ള ആ ഒരു തവാദു തറാഹും, പരസ്പരമുള്ള സ്നേഹവും കരുണയും. ആ കരുണ ഖൽബിലില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല. സ്വഹാബികളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പുണ്യനബി അവരോട് ചോദിച്ചിട്ട് പറയുകയാണ്, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. സ്വഹാബികളെ, ഈമാൻ ഉണ്ടാകുന്നവരെ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല. വലൻ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ടാകുന്നതുവരെ ഈമാനും പൂർത്തിയാവുകയില്ല. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്ശുസ്സലാമ ബൈനകും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാവാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ പരസ്പരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറയലാണ്. മുഅ്മിനീങ്ങളായ 2 ആളുകൾ, 2 പുരുഷന്മാർ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ തനാസറത്ത് ദുനൂബുഹുമാ, മുസാഫഹത്ത് ചെയ്ത് കൈ വലിക്കുമ്പോഴേക്കും 2 പേരും ചെയ്ത ചെറുദോഷങ്ങൾ ആ കൈപിടിക്കുന്നതോടുകൂടെ പൊറുക്കപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ തസാഖതു വറഖുശ് ശജർ,
ചെടികളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾ വതമാമു തഹിയ്യാതികുമൽ മുസാഫഹ, നിങ്ങൾ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് പൂർത്തിയാവുന്നത് മുസാഫഹത്ത് ചെയ്യലോടുകൂടെയാണ്. മുസാഫഹത്ത് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ കൈകൾ വലിക്കുന്നതോടുകൂടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുമത്രേ. എത്ര ചെറിയ അമൽ, എത്ര വലിയ കൂലിയാണ് അല്ലാഹു നൽകുന്നത്. അതുകൊണ്ടല്ലേ റബ്ബ് റഹ്മാനാൻ റഹീമാണെന്ന് പറയാൻ കാരണം. ഇങ്ങനെ സലാം പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുക. സലാം പറഞ്ഞ് പിടിച്ച് നക്കരുതേ. ഈ ജിമ്മിനൊക്കെ പോകുന്നവരുണ്ട് പിടിച്ച് നക്കല്, അങ്ങനെ വേദനിപ്പിക്കരുത്. ഈ കയ്യിൽ മോതിരം കെട്ടാണ്ടറിയോ, അങ്ങോട്ട് ഞെരഞ്ഞ് എല്ലൊക്കെ പൊട്ടിപ്പോവും. ഈ പിടുത്തത്തില് മെല്ലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കൊടുക്കരുത്. അത് അഹങ്കാരികളുടെ സലാമ. ഈ വക്കിന് പിടിക്കുക, കിബിറിലോല അങ്ങനെ ചെയ്യാന്നാ. മുഴുവൻ സലാം കൊടുക്കണം. തമ്പ്, നമ്മുടെ ഈ തള്ളവിരൽ ക്രോസായി വരുന്നവരെ സലാം പറയണം. ഇങ്ങനെ വക്കത്ത് പിടിക്കരുത്. ഇത് പിടിക്കുന്ന മുത്തക്കബ്ബിരീങ്ങളുടെ സലാമ. എനിക്ക് നിങ്ങൾ പിടിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. വക്കേ തരുള്ളൂ, മുഴുവൻ തരാനായിട്ടില്ല. യാ അല്ലാഹ്, എന്ന് ചെയ്യാൻ പാടില്ലെന്നാണ്. തമാമു തഹിയ്യാതികുമൽ മുസാഫഹ. ഈ ഉമ്മത്തിനെ സ്നേഹം കൊണ്ട് ബന്ധിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? അത് നഷ്ടപ്പെട്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ചു. മുഅ്മിനീങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ ഈമാൻ പൂർത്തിയാവൂല. ഈമാൻ പൂർത്തിയാവൂലേ, സ്വർഗ്ഗത്തേക്ക് പോകാനും പറ്റൂല. എത്ര ചെറിയൊരു അമലാണ്, പക്ഷെ എത്ര ഗൗരവമുള്ള ആശയമാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഒരു ദിവസം വീടിന്റെ പുറത്തിറങ്ങിയിരിക്കുന്നു. ആദ്യം ഇറങ്ങിയത് ലോകത്തിന്റെ ഗുരുവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാളുകൾ വരുന്നു. നോക്കണേ, ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു മുസാദഫ ആയിരുന്നില്ല, ഒരു യാദൃശ്ചികമോ കോയിൻസിഡൻസ് ആയിരുന്നില്ല. അള്ളാഹുവിന്റെ വെൽ പ്ലാൻഡ് ആക്ഷൻസ് ആണ്. ആരാ വരുന്നത് എന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂടെയുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും വരുന്നു. പുണ്യനബി തങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അവരോട് തങ്ങൾ ചോദിച്ചു, മാ അഖ്റജകുമാ, എന്തിനെ നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചു. തങ്ങളെ വമാ അഖ്റജനാ ഇല്ലൽ ജൂ', വിശന്നിട്ട് ഇറങ്ങിയതാണ് നബിയെ, വിശന്നിട്ട് ഇറങ്ങിയതാണ്. പരിപാടി കഴിഞ്ഞിട്ടല്ലേ ചോറിട്ടുള്ളൂ? എന്താണ് ചോറ്? നാളെയാണോ മറ്റന്നാളാണ്? ഓക്കെ, ഒന്ന് വിശപ്പ് പറയുമ്പോൾ ചിലപ്പോൾ ചോറ് ഓർമ്മ വരെ. മറ്റന്നാളാണല്ലേ? ഇൻഷാ അല്ലാഹ്. ബറക്കത്താണ്. തുആമുൽ മുഅ്മിനി ദവാഉൻ, സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളുടെ ഭക്ഷണം മരുന്നാണെന്നാ. അള്ളാഹു നമുക്ക് ശിഫ നൽകട്ടെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തിൻ്റെയും ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയത് നബിയെ വിശപ്പ് കൊണ്ടാണ്, വിശപ്പ് കൊണ്ടാണ്. അങ്ങോ നബിയെ, അങ്ങെന്തിനാ പുറത്തിറങ്ങിയത്? വമാ അഖ്റജനീ ഇല്ലൽ ജൂ', ഞാനും വിശന്നിട്ട് പുറത്തിറങ്ങിയതാണ്. വീട്ടിലൊന്നും കഴിക്കാനില്ല. നോക്കണം, പുണ്യനബി തങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്ന ദിവസങ്ങളുണ്ട്, ഒന്നും കഴിക്കാനില്ലാതിരുന്ന ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. 3 പേരും കൈപിടിച്ച് നടക്കുകയാണ് മദീനയുടെ പരിശുദ്ധമായ മണ്ണിലൂടെ. മഹാനായ അബുൽ ഹൈസം ഇബ്നു ചയ്യിഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഈത്തപ്പന തോട്ടമുണ്ടവിടെ. ആ തോട്ടത്തിലേക്ക് 3 പേരും കയറി ചെന്നു. നോക്കുമ്പോൾ വീട്ടുകാരൻ അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. വീട്ടുകാരി പെണ്ണത് കണ്ടു ഓടി വന്നു. മർഹബൻ അഹ്ലാ, അബുൽ ഹൈസം എന്നവരുടെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനോടും സിദ്ദീഖ് എന്നവരോടും ഉമർ എന്നവരോടും റളിയല്ലാഹു അൻഹുമാ, നിങ്ങൾ വീട്ടിലേക്ക് കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു സമ്മതം കൊടുത്തു വീട്ടിൽ കയറിയിരിക്കാൻ. 3 പേരും കയറിയിരുന്നു. അപ്പോഴാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓടി വന്നു അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു. പുണ്യനബിയെയും 2 മഹാന്മാരായ സിദ്ദീഖുമാരെയുമാണ് കാണുന്നത്.
സ്വാഹിബൈനി, ഹബീബിന്റെ സ്വാഹിബൈൻ എന്ന് പറയുന്നത് സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരുമാണ് റളിയല്ലാഹു അൻഹുമാ. മാ അഹദുൻ അൽ യൗമ അക്റമ അളിയാഫൻ മിന്നീ. ഇന്നത്തെ ദിവസം ഈ മദീനയിൽ എന്നെക്കാൾ ഏറ്റവും മുന്തിയ അതിഥികൾ ആർക്കാണിവിടെ ഉള്ളത് എന്ന് അബുൽ ഹൈസം തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി. എന്തിനാ പോയതെന്നറിയോ? ആ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം ഉണ്ടാകുമെന്ന് വിചാരിച്ചു പോകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10-20-30 കൊല്ലങ്ങൾക്ക് മുമ്പേ കഞ്ഞി വെക്കുന്ന വീടുകളിൽ കഞ്ഞിവെള്ളം കിട്ടുമെന്ന് വിചാരിച്ചു പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? അതിൽ വറ്റൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, 1-2 വറ്റ് കിട്ടിയെങ്കിലായി. എന്നാലും ആ വെള്ളത്തിന്റെ തെളിയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ മറക്കാനായോ അതൊക്കെ? എത്ര അടുത്താ അതൊക്കെ കഴിഞ്ഞു പോയത്. ഇന്ന് ഭക്ഷണം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് ആദ്യം വന്ന വാക്കിതാണ്, മാ അഹദുനിൽ യൗമ അക്റമ അളിയാഫൻ മിന്നീ. ഞാൻ എത്ര സൗഭാഗ്യവാൻ, എത്ര നല്ല അതിഥികളാണ് ഇന്നെനിക്ക് ലഭിച്ചിരിക്കുന്നത്. വേഗം ഈത്തപ്പനയുടെ മുകളിൽ കയറി ഒരു കൊല ഈത്തപ്പഴം അങ്ങ് വെട്ടിയിട്ടു. അതിൽ ബുസ്റുണ്ട്, റുസബുണ്ട്, തമ്രുണ്ട്. നബിയെ കഴിച്ചോളൂ, സിദ്ദീഖ് എന്നവരെ കഴിച്ചോളൂ. തഖയ്യറൂ, നിങ്ങൾക്ക് വേണ്ടതെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകൾ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. സമയം നോക്കാതെ വരുന്ന ആൾക്കാണ് അതിഥി എന്ന് പറയാ. കാരണം മലയാളത്തിൽ തിഥി എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ആ തിഥി, സമയം നോക്കാതെ വരുന്ന ആള്. ഞാൻ വരൂട്ടോ നാളെ എന്ന് പറഞ്ഞത് വാക്കിൽ അതിഥിയാണെങ്കിലും ആ ഭാഷാർത്ഥത്തിൽ അതിഥിയല്ല. പെട്ടെന്ന് കയറി വരുന്നതാ, പറയാതെ കയറി വരുന്നതാണ് ശരിക്കും അതിഥി എന്നാ. അപ്പോ മഹാനായ അബുൽ ഹൈസം എന്നവർ അപ്രതീക്ഷിതമായിട്ടാണ് പുണ്യനബിയെ കിട്ടുന്നത്, സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം കത്തി മൂർച്ച കൂട്ടുന്നത് കണ്ടു റസൂലുള്ളാഹി തങ്ങൾ. എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരാടിനറുത്ത് പുണ്യനബിക്ക് ഭക്ഷണം കൊടുക്കണം. സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും പുണ്യനബിയും വിശന്നിരിക്കുകയാണ്. വിശപ്പടക്കാൻ ഈത്തപ്പഴം കൊടുത്തു. ഇനി നല്ലൊരു സൽക്കാരം കൂടെ കൊടുക്കുകയാണ്. അതിനുവേണ്ടി കത്തിമൂർച്ച കൂട്ടുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനറിയാം ഇത് ഒരു അറവിന് ഒരുങ്ങുന്ന ഒരുക്കമാണ്. നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, അബുൽ ഹൈസമേ, ഇയ്യാക വൽ ഹലൂബ്. നന്നായി പാല് തരുന്ന ആടുകൾ നിങ്ങളുടെ ആടുകളിൽ ഉണ്ടാകും. ആ പാല് തരുന്ന ആടുകളെ തുടരുത് കേട്ടോ. അത് നമുക്ക് വേണ്ട. അത് നിങ്ങൾ വീട്ടുകാർക്കുള്ളതാണ്. അത് നിങ്ങളുടെ വരുമാനമായിരിക്കും. കുട്ടികൾക്ക് പാല് കൊടുക്കാനുണ്ടാകും, നിങ്ങൾക്ക് വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ കാണും. അതുകൊണ്ട് നബിയല്ലേ വന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല പാല് തരുന്ന ആടിനെ ഒന്നും മറുത്തേക്കല്ലേ അബുൽ ഹൈസമേ. ഒന്നും മറക്കല്ലേ എന്ന് പറയാൻ തങ്ങൾക്ക് കഴിയില്ല. കാരണം അതിഥി സൽക്കാരത്തിന് ഒരുങ്ങുകയാണ് അബുൽ ഹൈസം എന്നവര്. അപ്പൊ എന്തായാലും മാംസമുണ്ടാകും. എന്നാൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവരുതേ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. ബഹുമാന്യരായ ശൈഖുന സീതാലിക്കുട്ടി മുസ്ലിയാർ കോറോഡ് അവറുകൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ദുആ മജ്ലിസിന് നേതൃത്വം കൊടുക്കാൻ എത്തിയതാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇയ്യാക വൽ ഹലൂബ്, ഇയ്യാക വൽ ഹലൂബ്. അത് ഹബീബിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു വീട്ടുകാരോട് ചെന്നിട്ട് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചോദിച്ചു വാങ്ങരുത് എന്നാണ്. അറബികളുടെ ഒരു സംസ്കാരമുണ്ട്. അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇങ്ങനെ നോക്കിയിട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോലും ഊരി തരും ചിലപ്പോൾ. അപ്പോൾ റാഡ വാച്ചുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാ. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ട്, പണ്ടൊരു ഉസ്താദ് ആയിരുന്നു നല്ല റാഡവാച്ചേരനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടിടക്കായിരിക്കും. അതൊക്കെ പോയി ചോദിച്ചാൽ എന്ത് വിഷമായി പോകൂലേ? തരില്ല എന്ന് പറഞ്ഞാൽ പിഷ്കെന്ന് വിളിക്കുകയും ചെയ്യും. കൊടുത്താൽ പിന്നെ കാലം മുഴുവൻ കരഞ്ഞിരിക്കും വേണ്ടി വരും. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടത് ചോദിക്കരുത് എന്നാ. ഒരു സംഭാവന ചോദിക്കുമ്പോൾ ആ പെരക്കാർ ഏറ്റവും
കാര്യമായി അവർക്ക് വേണ്ട ഒരു സാധനം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങരുത്, വാങ്ങാൻ പാടില്ല. ഇയ്യാക വൽ ഹലൂബ്, അത് നബി തങ്ങൾ ഒരു ദററ് വരരുത് എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആ ഒരു പാല് ചുരത്തുന്ന ആടിനെ അവിടുന്ന് അറുക്കുകയാണെങ്കിൽ നാളെ മറ്റന്നാൾ ഇവർക്ക് വീട്ടുകാർക്ക് ജീവിക്കണ്ടേ? അവർക്ക് പിന്നെ എന്താ ഉണ്ടാവുക? അത് ഇന്നലെ അതിഥികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ എപ്പോഴെങ്കിലും അതിനറുക്കണ്ടില്ലായിരുന്നു അല്ലേ എന്നൊക്കെ തോന്നിപ്പോയാലോ? അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ട കേട്ടോ അബുൽ ഹൈതമേ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജബറുൽ ഖാത്തിർ ചെയ്യുന്ന ഇത് തങ്ങളുടെ സുന്നത്തൊക്കെ നമ്മൾ പറയുമ്പോഴേ ഒരു മനുഷ്യന്റെ മനസ്സിന് വേദനിക്കുന്ന ഒരു കാര്യം തങ്ങൾ ചെയ്യൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഉഹദ് യുദ്ധം നടന്നപ്പോ 70ഓളം സ്വഹാബിമാർ ശുഹദാക്കളായി മാറിയപ്പോ ഉഹദിലെ ശുഹദാക്കളെ അൻസ്വാരികൾ പറഞ്ഞു, നബിയെ ഞങ്ങളുടെ ശുഹദാക്കളെ ഞങ്ങൾ മദീനത്തേക്ക് കൊണ്ടുപോയി അവിടെ മറവിയാണ്. തങ്ങൾ പറഞ്ഞു വേണ്ട, എല്ലാ ശുഹദാക്കളും ഉഹദിന്റെ മണ്ണിൽ തന്നെ കിടക്കട്ടെ. ഉഹദിന്റെ മണ്ണ് അവർക്ക് നാളെ സാക്ഷി പറയും അള്ളാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഇവിടെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ സ്വഹാബികളോട് തങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. കൈകളിൽ വെട്ടുകൊണ്ടവരുണ്ട്, കാലിന് വെട്ടുകൊണ്ടവരുണ്ട്, ചോരൊലിക്കുന്നവരുണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്. 70ഓളം സ്വഹാബിമാർക്ക് 70 ഖബർ കുഴിക്കാൻ മാത്രം അവർക്ക് ആരോഗ്യമില്ല. തങ്ങൾ പറഞ്ഞു, ആഴമുള്ള ഖബർ കുഴിച്ചോളൂ. ഒരു ഖബറിൽ 1, 2, 3, 4 സ്വഹാബിമാരെ വേണമെങ്കിൽ മറവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്തിന്? സ്വഹാബത്തിന് വിഷമായി പോവരുത്. യുദ്ധം കഴിഞ്ഞിരിക്കുന്നവരാണവർ, അവര് തന്നെയാണ് ഖബർ കുഴിക്കേണ്ടത്. 70 ഖബർ 70 സ്വഹാബിക്ക് കുഴിക്കുന്നത് പ്രയാസമാണ്. തങ്ങൾ പറഞ്ഞു വേണ്ട, ഒരു ഖബറിൽ 2, 3, 4, 5 സ്വഹാബിമാരായിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉഹദിലെ ശുഹദാക്കൾ. ഒരു ഖബറിൽ 1-ലേറെ സ്വഹാബിമാരുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ജമൂഹ് എന്നവരുടെ താഴെ കിടക്കുന്നത് ജാബിർ തങ്ങളുടെ വാപ്പയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ വാപ്പ താഴെയും അവരുടെ മീതെയാണ് കാലിന് മുടന്തുണ്ടായിരുന്ന അംർ ഇബ്നുൽ ജമൂഹുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അങ്ങനെ ജാബിർ എന്നൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വാപ്പയെ ഒറ്റക്കൊരു ഖബറിൽ ഇനി എനിക്ക് ഖബറെ കുഴിച്ച് കിടത്താലോ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വാപ്പയുടെ ഖബറൊന്ന് തുറന്നു നോക്കി. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പയുടെ മയ്യത്ത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ചെവിക്കുന്നിൻ്റെ ആ ഭാഗത്തെവിടെയോ ഒരു ചെറിയ ഒരിത് കണ്ടു. വേറെ ഒരു കുഴപ്പൻ്റെ വാപ്പാക്ക് ഞാൻ കണ്ടില്ലെന്ന് ജാബിർ തങ്ങൾ തന്നെ പറയുന്ന സംഭവമുണ്ട്. പക്ഷേ പിന്നീട് ആ സംഭവം നടക്കുന്നത് ജാബിർ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ 40 കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. 40 കൊല്ലം കഴിഞ്ഞു. ഉഹദിന്റെ മലമുകളിൽ വലിയൊരു മഴവെള്ളമുണ്ടായപ്പോ ഉഹദ് ശുഹദാക്കൾ കിടക്കുന്ന ഹംസത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദിലെ ശുഹദാക്കൾ കിടക്കുന്ന മണ്ണിന്റെ മുകളിലൂടെ മഴവെള്ളം പോയപ്പോ ഒരുപാട് ഖബറുകൾ പുറത്തായി. അക്കൂട്ടത്തിൽ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ജാബിർ തങ്ങളുടെ വാപ്പയുടെയും ഖബറും പുറത്തായി. ഒരുപാട് മയ്യത്തുകൾ ശുഹദാക്കളെ കാണപ്പെട്ടു. ഒരാൾക്കും ഒരു കേടുപോലും സംഭവിച്ചിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട്, 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജാബിർ തങ്ങൾ ഈ സംഭവത്തിന്റെ റാവിയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വാപ്പയുടെ മീതെ കിടത്തിയത് അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ കിടത്താൻ ഒരു കാരണമുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരുടെ നെറ്റിയിൽ ഒരു അമ്പ് തറച്ചിരുന്നു. ആ അമ്പ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അവിടെ ഒരു കുഴിയായി, ആ കുഴിയിൽ ചോര വന്നപ്പോ കാലിന് മുടന്തുള്ള ഈ സുഹാബി തന്റെ കൈവിരൽ വെച്ചുകൊണ്ട് ആ കുഴിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നിട്ടാ ഷഹീദായത്. അങ്ങനെ ജനാസ എടുത്ത് കൊണ്ടുവരുമ്പോ കൈ നിർത്താൻ പറ്റിയിട്ടില്ല. കൈ ഇങ്ങനെ കിടക്കുകയാണ്. ഈ കൈ നിവർന്നിരുന്നില്ല. 40 കൊല്ലം കഴിഞ്ഞു. ആ ഉഹദിലെ മലവെള്ളപ്പാച്ചിൽ ഖബർ പുറത്തു വന്നപ്പോ ശുഹദാക്കളുടെ കറാമത്ത് അള്ളാഹു കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് അല്ലെങ്കിൽ അള്ളാഹു താലക്ക് സംരക്ഷിക്കാൻ പറ്റൂലേ? അതൊക്കെ റബ്ബ് താല കാണിച്ചു കൊടുക്കാൻ ദൃഷ്ടാന്തങ്ങളായിട്ട്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെയും എൻ്റെ ഉപ്പയെയും നിങ്ങൾ മാറ്റിക്കിടത്തി. 2ാമത് കഫൻ ചെയ്തു. കഫൻ ചെയ്യുമ്പോൾ ആരോ പറഞ്ഞു, ഒരു കേടുപാടില്ലാത്ത ശരീരമല്ലേ, എന്നാ പിന്നെ ആ കൈയൊന്ന് വലിച്ചു നോക്കി ഒന്ന് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അംർ ഇബ്നുൽ ജമൂഹ് എന്നവരുടെ കൈ ഇങ്ങോട്ട് വലിച്ചപ്പോ ആ മുറിവിൽ നിന്ന് ചോരയൊലിച്ചു. കൈ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മഹാനവറുകളെ അവിടെ തന്നെ കിടത്തുകയാണ് ഉണ്ടായത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയുടെ ആ ഒരു അനുഭവമൊക്കെ ഇതൊക്കെ നടന്നത് ഉഹദിലാണ്. പുണ്യനബി തങ്ങൾ അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട്, ഞാൻ വിഷയമതല്ല, ഒരു ഖബറിൽ 1-ലേറെ ആളുകളെ മറവ് ചെയ്യാൻ, ശുഹദാക്കളെ മറവ് ചെയ്യാൻ തങ്ങൾ പറഞ്ഞത്
ക്ഷീണിച്ച് തളർന്നു കിടന്നിരുന്ന സ്വഹാബത്തിനോടാണ്. കാരണം അവർക്ക് 70 ഖബർ കുഴിക്കാനുള്ള തോക്കത്തപ്പയില്ല. അവർ വയ്യാതെ കിടക്കുകയാണ്, ക്ഷീണിച്ച് തളർന്നു കിടക്കുകയാണ്. ഇയ്യാക വൽ ഹലൂബ്. പുണ്യനബി തങ്ങൾ അബുൽ ഹൈസം ബിൻ തയ്യിഹാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ പാല് തരുന്ന ആടിനെ നിങ്ങൾ അറുക്കരുതേ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. അങ്ങനെ അവർ മാംസം കഴിച്ചു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ثُمَّ لَتُسْأَلُنَّ عَنْ هَذَا النَّعِيمِ يَوْمَ الْقِيَامَةِ. ഉമറേ സിദ്ദീഖേ, നമ്മളോട് അല്ലാഹു ഈ മാംസവും ഈത്തപ്പഴവും കഴിച്ചതിന് അല്ലാഹു നാളെ നമ്മളോട് ചോദ്യം ചോദിക്കും. എൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്തിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കും. ആ ചോദിക്കപ്പെടുന്ന നന്മകളിൽ അല്ലാഹു ചോദിക്കാനിടയുള്ള ഒരു നിഅ്മത്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. യാ അല്ലാഹ്, മാംസക്കഷ്ണം അവർ കഴിച്ചതിന്, ഈത്തപ്പഴം കഴിച്ചതിനെ പുണ്യനബി തങ്ങൾ പറഞ്ഞു, നാളെ അല്ലാഹു നിങ്ങളോട് ചോദിക്കും കേട്ടോ ഈ നിഅ്മത്തിനെ കുറിച്ച്. അപ്പം നമ്മളൊക്കെ തിന്നുന്ന ബിരിയാണിക്കും സൽക്കാരത്തിനൊക്കെ എത്രയാണ് നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരിക? നാട്ടിൽ നടക്കുന്ന കല്യാണത്തിനൊക്കെ എത്ര മറുപടി പറയേണ്ടി വരും? അള്ളാഹുവിൻ്റെ നിഅ്മത്തിന് നന്ദി ചെയ്തോന്ന്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ കൂട്ടത്തിൽ സാധിക്കുമ്പം സമയം നീണ്ടുപോകും. എനിക്ക് ഭയങ്കരമായ പേടി, അസ്വസ്ഥതയും തോന്നുന്നുണ്ട്, വിഷമായി പോകുന്നു. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഭക്ഷണം കഴിച്ചിട്ടേ നമ്മൾ വല്ല കുടിരിക്കലിനോ കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒക്കെ പോയിട്ട് ഇങ്ങനെ പല്ല് കുത്തിയിട്ടുണ്ട് ഒരു ഡയലോഗ് പോരാ. ആരാൻ്റെ പൈസ കൊടുത്ത് അവന് വാങ്ങിച്ചു തന്ന് നമ്മളെ വിളിച്ച് സൽക്കരിച്ച് ഭക്ഷണം തന്നിട്ടേ ആ വീട്ടുകാരൻ അല്ലാഹുവേ ബറക്കത്തിനെ കൊടുക്കണേ പടച്ചോനെ എന്ന് ദ്വാരക്കേണ്ടതിന് പകരം മറ്റോ അവിടുത്തത് ഭയങ്കരമായിരുന്നു, അവിടെ ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു. എങ്ങോട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത്? നമ്മുടെ വയറിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ലേ? ഇറച്ചി, മീനും, പച്ചക്കറിയും, ബീഫും, മട്ടനും എല്ലാം കൂടെ അടിച്ച് അള്ളാഹു മെയ്ഡ് ബൈ അള്ളാഹ്. അല്ലെങ്കിൽ നമ്മുടെ പള്ളൊക്കെ എന്നോ പൊട്ടിപ്പോയേനെ. അള്ളാഹ് ഉണ്ടാക്കിയ മെഷീനായതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ഐറ്റവും ഒരുമിച്ച് വിഴുങ്ങിയ നമ്മൾ. എന്നിട്ടും ആ വീട്ടുകാർക്ക് വേണ്ടി ഒരു നല്ല ദുആ നമുക്ക് ചെയ്തുകൂടെ? ഒന്ന് അവിടെ ചോറയിച്ച് കൈ കഴുകി ഇറങ്ങിപ്പോരും, അള്ളാഹു ബർക്കത്ത് തരട്ടെ, നമുക്ക് ഭക്ഷണം തന്നല്ലോ ഒരു നേരം. ഇത് വിശപ്പുണ്ടായിട്ടോ ദാരിദ്ര്യം ഉണ്ടായിട്ടോ അല്ല, നമ്മളെ സൽക്കരിച്ചില്ലേ, അൽഹംദുലില്ലാഹ്. മനുഷ്യനോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യശ്കുറുല്ലാഹ് മൻ ലം യശ്കുരിന്നാസ്. ജനങ്ങൾക്ക് നന്ദി പറയണം, എന്നാലേ അള്ളാഹു നന്ദി പറയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, നന്ദി പറയാം. ഒരു മനുഷ്യന് നല്ല വണ്ടി വാങ്ങി, അള്ളാഹ് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഒരു മനുഷ്യൻ നല്ല വീട്ടിൽ കയറി കുടിരുന്നു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആ വീട്ടില്. നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഒരു മനുഷ്യര് നല്ല സുദിനം വന്നു, അള്ളാഹ് അവന്റെ കുട്ടിക്ക് നല്ല ബർക്കത്തുള്ള കല്യാണം കൊടുക്കട്ടെ. അല്ലെങ്കിൽ അവന് ഒരു കുഞ്ഞുണ്ടായി, ആ കുട്ടി അള്ളാഹു സ്വാലിഹാക്കി കൊടുക്കട്ടെ. നമ്മുടെ നാവുകളിൽ നിന്ന് പ്രാർത്ഥന വരണം. മുഅ്മിനെ, പ്രാർത്ഥന വരണം. അസൂയയുടെ വാക്കുകളൊന്നും വന്നു പോകല്ലേ. ഒരാളൊരു പരീക്ഷയ്ക്ക് ജയിച്ചു, അള്ളാഹു നല്ല വിജയം ഇനിയും കൊടുക്കട്ടെ. ജോലി കിട്ടി, ആ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ ഏതൊക്കെ നന്മകൾ നമ്മൾ ആളുകളുടേത് കേൾക്കുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ, അതിന് നമ്മൾ അങ്ങോട്ട് നന്ദി പറയേണ്ടവരാണ്, ശുക്ർ ചെയ്യണം. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. ഹബീബായ നബി തങ്ങൾ ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയം. അബുൽ ഹൈസം ഇബ്നു തയ്യിഹാൻ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴങ്ങളും മാംസവും കൊടുത്ത് ഹബീബിനെ സൽക്കരിച്ചപ്പോ നബി തങ്ങൾക്ക് മനസ്സിലായി ആ വീട്ടുകാർക്ക് സഹായിയായിട്ട് തോട്ടവും പറമ്പൊക്കെ ഉണ്ട്, പക്ഷേ ഒരു അടിമയോ ഒരു വേലക്കാരനോ ആ വീട്ടിലില്ലെന്ന് തങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ തങ്ങൾ പറഞ്ഞു, ഇദാ ജാഅനാ സബിയുൻ, നമുക്ക് അടിമകളെ ലഭിക്കാറുണ്ട് ചെറപ്പുള്ളികളായി, യുദ്ധത്തടവുകാരായിട്ട്. അങ്ങനെ ഗനീമത്ത് ലഭിക്കുമ്പോൾ അബുൽ ഹൈസമേ എന്നെ വന്ന് കാണണമേ തങ്ങൾ പറഞ്ഞു പോരാണ്. നോക്കണം, ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ തവാദ്ദു തറാഹുമിന്റെ ഉദാഹരണം. പറയാ, ഒരു വീട്ടുകാർക്കൊരു വിഷമം